ഇടത്തേകാല് അതിൽ തള്ളക്കോളും വന്ന ഉസ്താദ് ഇങ്ങനെ ക്ലാസ് പറഞ്ഞില്ല, വലത്തെ കാല് ബാക്കിലേക്ക് വെക്കലും ഇടത്തെ കാല് മുമ്പക്ക് വെക്കലും എല്ലാം പാടെ അമ്മയപ്പാൽ തത്തിത്താഞ്ഞ് പാവം വീണ് കാല് പൊട്ടി. അവസാനം മകൻ പറഞ്ഞു, ഉസ്താദെ ക്ലാസ്സൊക്കെ നന്നായി, 1500 എന്റെ 3000 പോയി, ഇമ്മാരെ കാലും വീണാന്ന്. അപ്പൊ ഞാൻ പറയുന്നത്, ആദ്യമേ ഗൗരവല്ല വിഷയങ്ങൾ പറയുമ്പോ ചിലപ്പം ഈമാനും തെക്കുവയ്ക്കും കൂടിയ സ്ത്രീകൾക്ക് പതച്ചോനെ എങ്ങനെയാണല്ലോ വിഷയത്തിന്റെ ഗൗരവം എന്നൊക്കെ ആലോചിച്ചിട്ട് ആ വലി മേപ്പത്ത് വന്ന വലി കീപ്പത്ത് വന്നില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഏതായിരുന്നാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സ്ത്രീകളൊക്കെയും നമ്മുടെ ദൈനംദിനം ജീവിതത്തിലുള്ള 5 വഖത്ത് നിസ്കാരം കള ആവാതിരിക്കൽ നമുക്ക് വളരെ നിർബന്ധമാണ്. അത് ചിലപ്പോൾ നമ്മളൊന്നും കള ആക്കാത്തവരാണ്. പക്ഷേ ഈ ഹൈള്, ഇസ്തിഹാലത്ത്, നിഫാസ് പോലത്തെ മസ്അലയുടെ വേർതിരിവ് അറിയാത്ത കാരണം പലപ്പോഴും നല്ലൊരു വിഭാഗം സ്ത്രീകൾക്ക് ഒരുപാട് നിസ്കാരങ്ങൾ കള ആവുന്നുണ്ട്. ഏതായിരുന്നാലും തൽക്കാലം ഹൈളിന്റെ മസ്അല അവിടെ നിർത്തി ചോരയിൽ നിന്ന് മൂത്രത്തിലേക്ക് കടക്കുകയാണ്. അതിനേക്കാൾ വലിയ ഗൗരവത്തിലേക്കാണ് വിഷയങ്ങൾ നീങ്ങുന്നത്. അല്ലാഹു തആല നമുക്ക് ജീവിതത്തിൽ വന്നു പോകുന്ന അബദ്ധങ്ങൾ തിരുത്താനുള്ള അവസരം അള്ളാഹു ഇനിയും അധികരിപ്പിച്ചു തരുമാറാവട്ടെ എന്ന് നമുക്ക് ഇടക്കിടക്ക് ദുആ ചെയ്യാം. ഹലോ, നിനക്കൊരു സമാധാനാണ്, നിങ്ങളിത് കേൾക്കണോണ്ടാണ് ആമീൻ ബുദ്ധിന്. ഏതായാലും നമുക്ക് തൽക്കാലം ചോരയിൽ നിന്ന് പിന്മാറി മൂത്രത്തിലേക്ക് മടങ്ങാം. അത് വലിയൊരു വിഷയമാണ്. എല്ലാവരും, പുരുഷന്മാരും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നിടത്ത് വല്ല കാര്യവുമുണ്ടോ എന്ന് നിങ്ങളൊക്കെയും ആലോചിക്കണം. ഞാൻ ആരെയും ഞങ്ങൾക്കൊന്നൊരു തിരിയാത്ത എന്ന് ആരും വിചാരിക്കരുതോ. നമ്മള് സാധാരണക്കാർ ശ്രദ്ധിക്കാത്ത വിഷയങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഒരുപാട് ചെറുപ്പക്കാർക്ക് മാറ്റം വരും. നമ്മൾ ഇന്ന് ശനിയാഴ്ച അല്ലെ, വ്യാഴാഴ്ച നമ്മള് ചില മൊബൈൽ മെക്കാനിക്കുകാര് നടത്തുന്ന ചില വഞ്ചനകളുടെ രൂപം പറഞ്ഞപ്പോ അന്ന് രാത്രി ഒരുപാട് ആളുകൾ വിളിച്ച്, ഉസ്താദേ 10 ഉറുപ്പ്യ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയൊന്നും അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല, എന്ത് ചെയ്യുന്നാണ്. അപ്പൊ നമ്മുടെ ക്ലാസ് റൂമിൽ ഉള്ള ചെറുപ്പക്കാർക്ക് വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാകുമ്പോ നന്നാവണം എന്ന ചിന്തയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അതാണ് ബറക്കത്ത്. ഈ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ നോത്തും കത്തുമ്പോ കേരി കടക്കലല്ല, ഉള്ളത് ഉപകാരം ചെയ്യുക, നമുക്ക് ആവശ്യമാവുന്ന നേരത്തെ ആവശ്യമുള്ളത് ലഭിക്കുക. അങ്ങനത്തെ ജീവിതം ആത്മീയ രംഗത്തും നമ്മുടെ ഭൗതികമായ മാർഗത്തിലും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ ആദ്യമായി മൂത്രവുമായി ബന്ധപ്പെട്ട മസ്അല, നമുക്ക് ദൈനംദിനം ജീവിതത്തിൽ ആവശ്യമായ നിസ്കാരം, 5 വഖത്ത് നിസ്കാരം. ആ നിസ്കാരത്തിന് 5 ഷർത്തുണ്ട് അല്ലെ. ഒന്നാമത്തത് ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക. അപ്പൊ വലിയ അശുദ്ധിയുടെ ഒരു ഭാഗമാണ് ഹൈള്. ഇനി അവരുടെ ജനാബത്ത്, അതൊക്കെ നമുക്ക് പറയാം. കാരണം ഇനി നമുക്ക് എല്ലാവർക്കും ഇനി ഹൈലും നിഫാസും ജനാബത്തൊന്നും ഇല്ലാത്തവർക്കുള്ളൊരു വിഷയമാണ്. രണ്ടാമത്തെ ഷർത്താണ് നജസിൽ നിന്ന് ശുദ്ധിയാവുക. നിസ്കരിക്കുന്നവന്റെ വസ്ത്രം, നിസ്കരിക്കുന്നവന്റെ ശരീരം, നിസ്കരിക്കുന്നവന്റേതായ ദേഹം, ശരീരം, വസ്ത്രം, സ്ഥലം, ഇത് നജസിൽ നിന്ന് ശുദ്ധിയാവുക. ഇനി നിങ്ങൾ മൂന്നാമത്തതാണ് എന്ത്? നമ്മൾ ഔറത്ത് മറക്കുക. പിന്നെ സമയമായെന്നറിയ കിബിലക്ക് മുന്നിടുക. അവതൊരു വിഷയം ഞാൻ ഉണർത്തുകയാണ് കേട്ടോ, എല്ലാവരും ശ്രദ്ധിക്കണം. കിബിലക്ക് മുന്നിടുന്നിടത്തും പലപ്പോഴും പലവർക്കും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. അതെന്താണെന്നറിയുമോ? നമ്മളൊരു വീടിന് കുറ്റി അടിക്കുമ്പോൾ, സുബ്ഹാനല്ലാഹ്, വീട് കുറ്റി അടിയതൊരു വിഷയം നമ്മുടെ ക്ലാസ് റൂമിൽ പറഞ്ഞു. നമ്മുടെ കുറ്റിപ്പുറം ഭാഗത്തുള്ള ഒരു ഭാര്യയും ഭർത്താവും ആ ക്ലാസ് കേട്ടു. അങ്ങനെ UAE ജോലി. ആ ഭാര്യക്ക് വല്ലാതെ ആ ക്ലാസ് പിടിച്ച് ഭർത്താവ് നാട്ടിലേക്ക് വന്നു. വീട് കയറ്റാൻ അവർ തീരുമാനിച്ചു. ഭാര്യക്ക് നിർബന്ധം, എന്തായാലും പ്ലേന് അബൂ റയ്യാൻ ഉസ്താദിനെ കാണിച്ചു കൊടുത്തിട്ട് കുറ്റി അഴിച്ചാൽ മതി. ഇന്ന് ഞാൻ ആ പെര കയറ്റാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചെന്നു. പ്ലേനൊക്കെ ഒരു തീരുമാനമായി. അൽഹംദുലില്ലാഹ്, നല്ലൊരു സംഖ്യം കിട്ടി. സന്തോഷം. അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്നല്ലേ. അപ്പൊ ഞാൻ പറയുന്നത് എന്താണ്? വീടിന് കുറ്റി അടിക്കുമ്പോ അപ്പൊ നമ്മൾ കിബിലന്റെ ഒരു വിഷയമുണ്ട്,
ശ്രദ്ധിച്ചോലി. നിസ്കാരത്തിന്റെ ഒരു നിബന്ധനയാണ്, നിസ്കാരം സഹീഹാവാന്നുള്ളൊരു നിബന്ധനയാണ് ഖിബിലക്ക് മുന്നിടുക എന്നുള്ളത്. സാധാരണ വീടിന് കുറ്റി അടിക്കുമ്പോൾ വീട് നേരെ കിബിലക്ക് നിർത്താൻ ആരും അനുവദിക്കുന്നില്ല. എന്താണ് എനിക്ക് കാരണം എന്ന് എനിക്കറിയില്ലട്ടോ, അതിനോട് നിങ്ങൾ ചോദിക്കരുത്. നമ്മുടെ കേരളത്തിലുള്ള ഇസ്ലാമിക വാസ്തു വിദഗ്ധന്മാരും അമുസ്ലിം വാസ്തു വിദഗ്ധന്മാരും എന്തിനു സമ്മതിക്കുന്നില്ല വീട് നേരെ കിബിലക്ക് നിർത്തുക? മുസ്ലിമീങ്ങളായ നമുക്ക് നല്ല സൗകര്യമാണ്. പിന്നെ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒന്ന് തെറ്റെന്താ, നല്ല കരച്ച് സാധാരണ പള്ളി കേറ്റുന്നത് പോലെ കിബിലക്ക് നേരെ ആക്കുക. ഒരിക്കൽ മഹാനായ പൊന്മല ഉസ്താദ് ഒരു വിഷയം പറഞ്ഞു. പൊന്മല ഉസ്താദിന്റെ പുതിയ വീടല്ല, പഴയ വീട് നിർമ്മിക്കുമ്പോ, പുതിയ വീട് കേറ്റിയിട്ടുണ്ട്, പഴയ വീട് നിർമ്മിക്കുമ്പോ ഉസ്താദ് കുറെ ശാദ്യം പിടിച്ചു കിബിലക്ക് നേരെയാക്കാൻ പൊന്മല ഉസ്താദ്. പക്ഷെ നാട്ടിലെ കാരണവന്മാരും ആരും അത് സമ്മതിച്ചില്ല. എന്നെന്തായി ഒരു സംഭവം മഹാനായ പൊന്മല ഉസ്താദ് പറയാം. ഞാൻ പറയുന്നത്, അങ്ങനെ ഒരാളും കിബിലക്ക് നേരെ വീട് വെക്കാൻ അയക്കൂല, അത് നേരെ മതി നോക്കുക എന്ന് പറയും. ചില സ്ഥലങ്ങളിൽ ചെന്നാൽ നല്ല ശ്രദ്ധിക്കണം, ഇത് വീടിന് കുറ്റിയടിക്കുന്ന മസലല്ലേ ഞാൻ പറഞ്ഞത്, നിസ്കാരം സഹിയാവാത്ത മസലേന്ന് ഞാൻ പറയുന്നത്. അതായത് ചില സ്ഥലങ്ങളിൽ ആ ഭൂമിയുടെ കിടപ്പ് നേരെ കിബിലക്കായിരിക്കും. അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്, ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. കുറ്റിയടിക്കാൻ പോകുന്ന അനുഭവത്തിൽ നിന്നാണ് ഞാനത് പറയുന്നത്. ആ ഭൂമിയുടെ കിടപ്പ് കിബിലക്ക് നേരെയാണ്. ഇഞ്ഞത് കിബിലക്ക് നേരെ വീട് നിർത്താൻ പാടില്ല എന്ന് തീരുമാനിച്ചു തെറ്റിച്ചാലോ റോഡിനോട് വീട് തിരിഞ്ഞു നിൽക്കും. ചിലപ്പം മോത്തിക്കഴിച്ച ഭാര്യയുടെ ചിരി കോരിയ മാതിരി ഭാഗത്തേക്ക് ചെരിഞ്ഞു നിൽക്കും. അതൊരു ഷെയ്മേതുമാണ്. കാരണം വീടിനോട് നോക്കുമ്പോൾ ഒരു വൃത്തിയുണ്ടല്ലോ, അത് റോഡിനോട് അഭിമുഖമായി നിൽക്കുമ്പോഴാണ് വീടിനൊരു ഭംഗി കിട്ടുക. പക്ഷെ റോഡിനോട് അഭിമുഖമായി നിർത്തിയാൽ വീട് കിബിലക്ക് നേരെയാകും. ഇനി കിബിലക്ക് നേരെ ആവാൻ പാടില്ല എന്ന് വിചാരിച്ച് വീട് തിരിച്ചാലോ അത് റോഡിനോട് അഭിമുഖമായി കിട്ടുകയും ഇല്ല. ഈ സന്ദർഭത്തിൽ നമ്മുടെ ഉസ്താദന്മാരായാലും തങ്ങന്മാരായാലും ഇനി മറ്റു ആശേരിമാരായാലും എല്ലാവരും എന്ത് ചെയ്യും, ഈ കിബിലക്ക് നേരെ വീടാണ്ട് നിർത്തും. കാരണം ഇഞ്ഞൊന്ന് തെറ്റിച്ചാണ്ടാവും, നാലാൾക്കാർ റോത്തുമ്പോ കൂടെ പോകുമ്പോ വാദത്ത് കുഴഞ്ഞ ചിരിമക്ക് നോക്കിയ മാതിരിക്ക് ഉണ്ടാവും, കോരിയിട്ട് ഇങ്ങനെ നിൽക്കും പേര. അപ്പൊ അത് കാണാനൊരു വൃത്തി ഉണ്ടാവൂല പേര. അപ്പൊ അതുകൊണ്ട് എന്തായാലും അതിലെ കിബിലക്ക് നേരെ നിർത്തും. പക്ഷെ ഇത് ശ്രദ്ധിച്ച്, ഇത് കുറ്റി അടിക്കുമ്പോഴുള്ള ഒരു വിഷയമാണ്. പിന്നെ വീട് പണിയൊക്കെ കഴിഞ്ഞ് കുതിരിക്കലും കഴിഞ്ഞ് പിന്നെ ആ വീട്ടിൽ ഇങ്ങനെ നിസ്കാരം തുടങ്ങുകയാണ്. സാധാരണഗതിയിൽ എന്തുണ്ട്, നമ്മള് കേരളത്തിലൊക്കെ എന്ത് ചെയ്യും, പടിഞ്ഞാറിൽ നിന്ന് അല്പം വടക്കോട്ട് തെറ്റിയിട്ടാണ് നിസ്കരിക്കുക. കിബില ശരിയാവാന് നേരെ പടിഞ്ഞാറ്റ് തിരിഞ്ഞ കിബില കിട്ടൂല, ഏകദേശം കുറച്ചും തെറ്റണം. തെറ്റന്റെ ഡിഗ്രിയുടെ ഒരു കോലുണ്ട്, അത് അല്പം തെറ്റിയിട്ടാണ് നമ്മൾ കിബിലക്ക് തിരിയുക. പക്ഷേ ഇത് എത്രയോ കാലമായി ശീലിച്ചു പോന്ന ഒരു സ്വഭാവമാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ വീട് കുതിരിക്കളക്കും കഴിഞ്ഞു, ഇക്കാര്യം നമ്മൾ മറന്നുപോയി. എന്റെ വീട് ശരിയായി കിബിലക്ക് നേരെയാണ് വന്നിട്ടുള്ളത്, റോഡിന് അഭിമുഖമായി ലഭിക്കാൻ വേണ്ടി എന്റെ വീട് കറക്റ്റ് കിബിലക്ക് നേരെയാണ്. ഇനി നിസ്കരിക്കാൻ നിൽക്കുമ്പോ തെറ്റേണ്ട ആവശ്യമില്ല, തെറ്റിയാൽ കിബില മാറിപ്പോകും. ഇതിവനിക്ക് കുറ്റി അടിക്കുമ്പോ ഏതോ തങ്ങളെ ഉസ്താദക്കാരനൊക്കെ പറഞ്ഞിന്. പിന്നെ വീടിന്റെ പണിക്കും കഴിഞ്ഞ 2-3 കൊല്ലം കഴിഞ്ഞിട്ടാണ് താമസം തുടങ്ങുന്നത്. സുബ്ഹാനല്ലാഹ്, എല്ലാരും നിസ്കരിക്കാൻ നിന്ന്. സാധാരണ നമ്മൾ കേരളത്തിലൊക്കെ നിസ്കരിക്കാൻ നിൽക്കുമ്പോ നേരെ പടിഞ്ഞാറ്റ് നിന്ന് അല്പം വടക്കോട്ട് തെറ്റിയിട്ടാ നിൽക്കാറുള്ളത്. ഈ വീട്ടുകാരൊന്നും അങ്ങനെ നിന്ന് നിസ്കരിച്ചു. വാസ്തവത്തിൽ ഈ വീട്ടുകാര് ഈ വീട്ടില് അല്പം വടക്കോട്ട് തെറ്റലോടുകൂടെ യഥാർത്ഥ കിബിലയിൽ നിന്ന് തെറ്റിപ്പോയി. കാരണം ഈ വീട് യഥാർത്ഥത്തിൽ കിബിലക്ക് നേരെയായിരുന്നു. ഇനി അല്പം വടക്കോട്ട് തെറ്റലോടുകൂടെ ശരിയായ കിബില തെറ്റിപ്പോയി. ഇവിടെ വാസ്തവത്തിൽ നിസ്കാരത്തിന്റെ ഒരു ഷർത്താണ് കിബിലക്ക് മുന്നിടുക. പക്ഷേ ഈ ഒരു വിഷയം ശ്രദ്ധിക്കാത്തത് കാരണം ഉസ്താദെ നമുക്ക് കഞ്ഞിമൂല എന്നത് ഉണ്ടോ, ഇൻഷാ അല്ലാഹ് അത് പറയാം. അത് വാസ്തുശാസ്ത്രത്തിൽ ചർച്ച ചെയ്യാം. ഇനിയിപ്പോ നമ്മൾ ഈ ഫിക്കീന്റെ മസലിന്റെ ഇടയിൽ പോയി വന്നാൽ നടക്കൂല. ആരാ ചോദിച്ചത്? അമീറോ
അമീർ കക്കാട്, ഇൻഷാ അല്ലാ അതൊക്കെ നമുക്ക് വേറെ ദിവസം ആവാം. കഞ്ഞിമൂലയും എല്ലാ മൂല, അഗ്നിമൂല, കഞ്ഞിമൂല, പൂജമൂല, എന്തെല്ലാം മൂലകളാണ്. സുബ്ഹാനല്ലാഹ്. അതിന്റെ പിന്നാലെ നമ്മൾ നടക്കണോ നടക്കണ്ടേനൊക്കെ പിന്നെ തീരുമാനിക്കാം. അപ്പൊ ഞാൻ ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് പെരക്ക് കുറ്റി അടിക്കുന്ന സമയത്ത് അത് ചിലപ്പം റോഡിന് അഭിമുഖമായി കിട്ടാൻ വേണ്ടി കിബിലക്കു നേരെ തന്നെ വീട് നിൽക്കുന്നുണ്ടെങ്കിൽ താമസിക്കുന്ന സമയത്ത് അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കിബിലക്ക് തെറ്റി നിസ്കരിക്കുന്നൊരവസ്ഥ വരും. കിബിലയോട് തെറ്റി നിസ്കരിച്ചാൽ നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ നിന്ന് ഒരു ഷർത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ഇനി അതേ രൂപത്തിൽ തന്നെ എല്ലായിടത്തും ഒരേ രൂപത്തിലല്ല തെറ്റേണ്ടത്. ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ കിബില പരിശോധിച്ചാൽ നല്ലവണ്ണം തിരിയേണ്ടി വരും. ചില സ്ഥലങ്ങളിൽ അല്പം തിരിഞ്ഞാൽ മതി. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുന്നു, നമ്മളൊരു പുതിയ സ്ഥലം വാങ്ങി വീട് നിർമ്മിക്കുമ്പോൾ ആ വീട് കയറ്റുമ്പോഴും അല്ലെങ്കിൽ കുടിയിരിക്കുന്നതിനു മുമ്പ്, പാർക്കാൻ തുടങ്ങുന്നതിനു മുമ്പ് ഒരു കിബില അറിയുന്ന ഒരു ഉസ്താദിനെ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ എത്രത്തോളം തെറ്റാതിരിക്കണം എന്ന് മനസ്സിലാക്കുന്നത് ശരിയായ നിസ്കാരം ഉണ്ടായിത്തീരാൻ നല്ലതാണ്. അതുകൊണ്ട് നമ്മളാരും ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ്. ആ ഒരു ധാരണയിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുവന്നു എന്ന് മാത്രം. അള്ളാഹു വീട് കയറ്റിയവരാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. അത് ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ കടന്നാൽ, ഇപ്പോ എൻ്റെ വീട് പടിഞ്ഞാത്ത് അല്പം വടക്കോട്ട് തെറ്റിയ കിബില കിട്ടും. എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ വേണ്ട, ഒരു 300 മീറ്റർ അങ്ങോട്ട് പോയാൽ ചിലപ്പം എൻ്റെ വീട്ടിൽ നേരെ വടക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്ന അതേ രൂപത്തിലാണ് എൻ്റെ വീടിൻ്റെ ഒരു 300 മീറ്റർ അകലെയുള്ള ഒരു വീട്ടിലുള്ള കിബില. എൻ്റെ വീട്ടിൽ വടക്കോട്ട് എങ്ങോട്ടാണോ തിരിയുന്നത് അതേ ഭാഗത്തേക്കാണ് ആ വീട്ടിൽ കിബിലക്ക് തിരിയേണ്ടത്. അതാ ഭൂമിയുടെ ഒരു തിരിവാണ് അവിടെ വെച്ചൊരു തിരിച്ചലാണ്. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഞമ്മക്കുള്ള തിരിച്ചലിന്റെ മാതിരി ഭൂമിക്കുണ്ട് തിരിച്ചല്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വീട് വെച്ച് നിസ്കരിക്കാനൊക്കെ നിൽക്കുമ്പോ ഈ ഭൂമിക്ക് എനിക്ക് മുമ്പേ തിരിച്ചലുണ്ട്, ഇനി ഞാൻ താമസിക്കുന്ന ഭൂമിക്ക് വെച്ച തിരിച്ചലുണ്ടോ എന്നൊക്കെ നോക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് അത് നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ പെട്ടതാണ് കിബിലക്ക് തിരിയുക. ഞാൻ കിബിലക്ക് തിരിയുന്നത് നമ്മുടെ വീടുകളിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് വീടിന്റെ കിബിലയുടെ കാര്യം ഒന്ന് സാന്ദർഭികമായി ഉണർത്തി എന്ന് മാത്രം. ഏതായിരുന്നാലും അത് ശ്രദ്ധിക്കണം. നിസ്കാരത്തിന്റെ മറ്റൊരു ഷർത്താണല്ലോ ഏത്? ഈ നജസിൽ നിന്ന് വൃത്തിയാവുക. ഈ നജസ്സുകളുടെ കൂട്ടത്തിൽ ശ്രദ്ധിക്കണം. നജസ്സുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ, വസ്ത്രത്തിൽ, വിരുപ്പിൽ, നിലത്ത് എല്ലാം കൂടുതലാവാൻ സാധ്യതയുള്ള നജസ് മൂത്ര, കാഷ്ടമല്ല, അല്ലെങ്കിൽ ഛർദിച്ചൊക്കെ അപൂർവ. ഏറ്റവും നമ്മുടെ വീടിന്റെ നിലത്ത്, അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ ദേഹത്ത്, നമ്മുടെ വിരിപ്പിൽ എല്ലാം കൂടുതൽ ആവാൻ സാധ്യതയുള്ള ഒരു നജസ് മൂത്രമാണ്. എന്നാൽ നമുക്ക് തീരെ ശ്രദ്ധയില്ലാത്ത നജസും മൂത്രമാണ്. എന്നാൽ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ ഏറ്റവും ഗൗരവം കൂടിയ നജസും മൂത്രമാണ്. എല്ലാം ശ്രദ്ധിക്കണം. നല്ലൊരു വിഷയമാണ്. നിങ്ങളെല്ലാവരും, എന്റെ ചെറുപ്പക്കാര്, വിദ്യാർത്ഥികൾ എല്ലാവരും ഏറ്റവും കൂടുതൽ, ചിലപ്പോൾ നമ്മളെവിടെങ്കിലും യാത്ര കഴിഞ്ഞ് നമുക്ക് നല്ലോണം മൂത്രമൊഴിക്കാൻ മുട്ടുണ്ടാവും. നമ്മളെ റൂമിലേക്ക് എത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ മൂത്രം പോകും. അതല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ നിലത്തെല്ലാം പിഞ്ചോമന പൈതലുകളുള്ള കാരണം, 2 വയസ്സ് 1.5 വയസ്സൊക്കെയുള്ള കുട്ടികൾ കാരണം എന്താവും? ഓലെ ഇടക്കിടക്ക് മൂത്രമൊഴിക്കുന്നുണ്ടാവും. അതേ രൂപത്തിൽ തന്നെ ചിലപ്പം രാത്രി നമ്മൾ എന്ത് ചെയ്യും? സ്വപ്നം കണ്ട് മൂത്രമൊഴിക്കും. പള്ളിക്ക പോയി മൂത്രപ്പെരയിൽ നിങ്ങളെ മൂത്രമൊഴിക്കുന്നതേക്കാളും സ്വപ്നം കാണുക. അവസാനം പുതപ്പും വിരിപ്പൊക്കെ നനഞ്ഞ് അവസാനം ശരീരം നനയുമ്പോഴാണ് ഉണരുന്നത്. മാഷാ അല്ലാ, അത് പള്ളിക്കലത്തെ മൂത്രപ്പെരയിലല്ല, അവനാന്റെ കത്തുമ്പോ കാണി തന്നെ ഇനി മൂത്രമൊഴിക്കുന്നത്. അങ്ങനെ സംഭവിക്കാം. ഇന്ന് പ്രത്യേകിച്ചും ഫിറ്റുള്ള ഫാൻറ് ധരിച്ച് നിന്ന് മൂത്രമൊഴിക്കാൻ മഹല്ല് കമ്മിറ്റിയുടെ ചെലവിൽ സൗകര്യം ചെയ്തു കൊടുക്കുക. നോക്കിങ്ങള് എവിടെ എത്തി നമ്മുടെ യുഗം.
നമ്മുടെ ദീൻ എവിടെത്തി? എല്ലാ പള്ളിയിലും പഴയ കാലത്തൊരു ബൈത്തുണ്ടായിരുന്നു, അലാ തറ ഖൗമൻ യബൂലൂന ഖായിമ ഫീ മസ്ജിദിൽ മുഹിയദ്ദീനി ബിബൽദതിക ബികാലികൂതി ബൽദത്തി. കോഴിക്കോട് മുഹിയദ്ദീൻ പള്ളിക്ക നിന്ന് മൂത്രമൊഴിക്കുന്നൊരു കൗമിനെ നീ കണ്ടിട്ടില്ലേന്ന്. ഇത് പഴയ കാലത്ത് വഹാബിയല പള്ളിക്ക മാത്രം ഉണ്ടായിരുന്ന ഒരു പരിപാടിയാണ്. കാരണം അവരായിരുന്നു കൂടുതലും ഫാൻറ് ധരിച്ചിരുന്നത്. അങ്ങനെ നമ്മുടെ കേരളത്തിന്റെ ഏകദേശം ആദ്യമായി നിന്ന് മൂത്രമൊഴിക്കല് സുന്നത്ത് ജമാഅത്തുകാരിൽ നിന്ന് പിടിച്ചടക്കിയ നമ്മുടെ പള്ളിയായ കോഴിക്കോട് മുഹിയദ്ദീൻ പള്ളി. അലാ തറാ ഖൗമൻ യബൂലൂന ഖായിമ ഫീ മസ്ജിദിൽ മുഹിയദ്ദീനി കാലികൂത്തി ബൽദത്തി. കോഴിക്കോട് എന്ന രാജ്യത്ത് മുഹിയദ്ദീൻ പള്ളിയിൽ നിന്ന് മൂത്രമൊഴിക്കുന്ന വഹാബികളെ നീ കണ്ടിട്ടില്ലേ നോക്കിങ്ങള്. പക്ഷേ ഇന്ന് എല്ലാ പള്ളികളിലും നിന്ന് മൂത്രമൊഴിക്കാനുള്ള ക്ലോസറ്റും സൗകര്യവും എല്ലായിടത്തും തുടങ്ങി. കാരണം ഇന്ന് ജനങ്ങളുടെ വസ്ത്രധാരണ അങ്ങനെയായി. ഫിറ്റുള്ള ഫാൻറ് ധരിക്കുന്ന കാരണം അവർക്ക് ഇരിക്കാൻ വയ്യ. സുബ്ഹാനല്ലാഹ്, ചിലവരെന്ത് ചെയ്യും? അവർക്ക് അതിനും സാധിക്കാനത്ത് പ്രത്യേകിച്ച് മദ്രസ വിദ്യാർത്ഥികൾ, സ്കൂൾ വിദ്യാർത്ഥികളൊക്കെയും ഈ മൂത്രപ്പുരയിൽ 2 കാലിന്റെ മുത്തും കുത്തി മൂത്രമൊഴിച്ച് നീച്ചു പോരുന്നു. ചിലവർ നിന്ന് മൂത്രമൊഴിക്കുന്നു, കോപ്പയിൽ വെള്ളം എടുത്ത് നിന്നോടത്ത് നിന്ന് കഴുകുന്നു. നിലത്തേക്ക് വെള്ളം ആകുമ്പോൾ ആ മൂത്രച്ചാലിലും നിസ്കരിക്കുന്ന സമയത്ത് അതൊന്ന് മടക്കി വെക്കുന്നു. എന്നിട്ട് ആ നനഞ്ഞ ഫാൻറ് കൊണ്ട് പള്ളിയിൽ കാൽപ്പറ്റ് വിരിച്ചിരിക്കുന്നു. പ്രത്യേകിച്ച് വർഷക്കാലത്ത് ഈ ജീൻസ് പോലത്തെ ഫാൻറുകള് അത് കാലിന്റെ മടമ്പിന്റെ അടിയിലേക്കൊരു തിരികെ വെച്ചുകൊണ്ടുള്ള ഒരു നടത്തം. എന്നിട്ട് ആ രൂപത്തിൽ മൂത്രപ്പുരയിൽ ആകെ നല്ല വർഷക്കാലം വെള്ളമൊക്കെ ആകെ വെള്ളം മൂത്രം. എന്നിട്ട് ആ നനഞ്ഞ ഫാൻറ്റോട് കൂടെ അങ്ങനത്തെ കഴുകി ആ പള്ളിയിലേക്ക് കയറിയാൽ സുബ്ഹാനല്ലാഹ് എവിടെ എത്തി? ഞാനൊരൊറ്റ സംഭവം, എൻ്റെ എല്ലാ സ്ത്രീകളും, എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന സ്ത്രീകളും, എൻ്റെ പ്രിയപ്പെട്ട പുരുഷന്മാരൊക്കെയും നമ്മുടെ വീട്ടില് ഇതേ രൂപത്തിലല്ല മൂത്രമായ നിലം, മൂത്രമായ വിരിപ്പ്, മൂത്രമായ വസ്ത്രം വൃത്തിയാക്കുന്നത് അല്ലെങ്കിൽ ആ വൃത്തിയാക്കൽ സ്വഹീഹായിട്ടില്ല. ആ വസ്ത്രം ഉപയോഗിച്ച് നിസ്കരിച്ചാൽ അങ്ങനെ വൃത്തിയാക്കിയ നിലത്ത് ചെരിപ്പിടാതെ നനവുള്ള കാലുകൊണ്ട് ചവിട്ടിയാൽ, ചില വീടുകളിൽ ചെന്നു നോക്കിയാൽ സുബ്ഹാനല്ലാഹ് ആകെ നജസായിരിക്കും. നിസ്കാരക്കുപ്പായും മുസല്ലിം പായും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ആരും ആരൊന്നും വിചാരിക്കരുത് ഉസ്താദ് നിങ്ങൾക്കൊക്കെയും വിവരമുണ്ട്, എല്ലാവരും ഇത് പഠിച്ചോളാണ്. പക്ഷെ ഇത് പഠിക്കാത്ത കുറെ ആൾക്കാരുണ്ട്. അവർക്ക് നിങ്ങൾ ഇതിന്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഞാനൊരു ആർക്കും അറിയാത്ത ഒന്ന് വിളിയാക്കാറ്. കാരണം അത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ആദ്യം മൂത്രത്തിന്റെ ഗൗരവം എന്ന് പറയാം. പ്രിയപ്പെട്ടവരെ, റസൂലുള്ള പറയാണ്, നരകത്തില് 4 ആളുകൾ പ്രവേശിക്കൽ കാരണം നരകത്തിലെ മറ്റു ആൾക്കാര് ഈ 4 ആൾക്കാരെ കൊണ്ട് ഇറങ്ങാവുന്നു. എന്തായിരിക്കും? അല്ല തന്നെ നരകത്തിന്റെ അവകാശികള് ഭയാനകമായ വിഷമത്തില. പക്ഷേ മറ്റൊരു 4 പേര് നരകത്തിൽ എത്തലോടുകൂടെ നരകത്തിലുള്ള മറ്റുള്ളവർ ഈ 4 പേരുടെ പ്രവേശനം കാരണം കൂടുതൽ വിഷമത്തിലായി എന്ന് പറഞ്ഞ് 4ഉം കൂടി വിശദീകരിക്കാൻ നേരല്ല. ഒരാളെ പറയാം. എന്താ? ആ വ്യക്തി നരകത്തിൽ കടന്നാൽ ആ മനുഷ്യന്റെ ഇരം കൊതല് ഒന്നായിട്ട് പിന്തുവാരത്തിലൂടെ പുറത്തേക്ക് വരിക. അവന്റെ അകത്തുള്ള കൊതൽമാലകൾ ഒന്നായിട്ട് അവന്റെ പിന്തുവാരത്തിലൂടെ പുറത്തേക്ക് ഇങ്ങോട്ട് വലിച്ചിടുക. നമ്മൾ സാധാരണ ഈ മൃഗങ്ങളൊക്കെ അർത്താൽ അതിന്റെ ബോറ്റൊക്കെ വലിച്ചിങ്ങോട്ട് ഇടൂല പുറത്തേക്ക്, അതേമാതിരി. എന്നിട്ട് ആ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത്? ഈ പുറത്തേക്ക് ചാടിയ ഇരങ്കൊതലും ഇങ്ങനെ വലിച്ചിട്ട്, കാരണം അവർക്ക് നടക്കാൻ വയ്യ നരകത്തിൽ, കാരണം ഒന്നായിട്ട് പുറത്തേക്ക് പോന്നിക്കല്ലേ. റസൂലുള്ളാന്റെ ഹദീസാണ് പറയുന്നത്. അങ്ങനെ തന്നെയാ റസൂലുള്ളാന്റെ ഹദീസിൽ.
അത് ഹദീസ് അറബിയാണ്, ഞാൻ പറയുന്നത് മലയാളമാണ്, മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവനിങ്ങനെ ഇതൊന്നായിട്ട് പുറത്തേക്ക് ചാടിയ കാരണം ഇവനിക്ക് നടക്കാൻ വയ്യ. അവൻ എന്ത് ചെയ്യുന്നു, ഒരു കൈ കൊണ്ട് ഈ കൊതൽമാല വലിക്കുന്നു. എന്തോ ഇവർക്ക് മുമ്പിലേക്ക് നീങ്ങിപ്പോണ്ടേ, മുമ്പിലേക്കാണ്ട് നടക്കണമെങ്കിൽ ബാക്കിൽ നിന്ന് വലിവാണ്. അപ്പൊ ഒരു കൈ കൊണ്ട് ഇവന്റെ പിന്ദ്വാരത്തിലൂടെ പുറത്തേക്ക് ചാടിയ ഈ കൊതൽമാലകൾ ഒരു കൈ കൊണ്ട് ഇങ്ങോട്ട് വലിച്ചു മുമ്പിലേക്ക് നടക്കുന്നു, വീണ്ടും വലിച്ചു വെക്കുന്നു, വീണ്ടും നടക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇത് കാണുന്ന സമയത്ത് ശബ്ദമോക്കല്ലേ, ഇതൊക്കെ പറയുമ്പോ ദീസി ആയാലേ, ശബ്ദമില്ലാതെ ആയാല് പിന്നെ നമ്മൾ മസാല പറയുമ്പോ ഗൗരവം തിരിയില്ല. ശബ്ദം നോക്കിങ്ങള്, അത് കാണുമ്പോ നരകത്തിലെ മറ്റു ജനങ്ങൾ കണ്ണ് ചിമ്പ വിഷമിച്ച് ആ മനുഷ്യന്റെ ഒരു അദാബിന്റെ കോലം കണ്ടിട്ട് ഈ മനുഷ്യനെ ഈ നരകത്തിന് അത് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഇത്ര വിഷമം ഈ നരകത്തിൽ ഉണ്ടാവൂല. റസൂലുള്ള ഇത് വിശദീകരിച്ചപ്പോ മുഅ്മിനീങ്ങളെ സഹാബത്ത് ചോദിച്ചു, നബിയെ ആ മനുഷ്യൻ ചെയ്ത തെറ്റെന്താണ്? ആ സമയത്ത് റസൂലുള്ള പറഞ്ഞു, ഐനൽ ബൗലു അസാബാ, മൂത്രം എവിടൊക്കെയായി എന്ന് ശ്രദ്ധിക്കാത്ത മനുഷ്യനായിരുന്നു. ദുന്യവിയായ ഭൗതികമായ ജീവിതത്തിലെ മൂത്രം വസ്ത്രത്തിലായോ, നിലത്ത് മൂത്രമുണ്ടോ, ഫാൻറില് മൂത്രമുണ്ടോ, കഴുകിയ വസ്ത്രം മൂത്രത്തിൽ നിന്ന് വൃത്തിയായോ, ഇതൊന്നും ശ്രദ്ധിക്കാത്തൊരു ജീവിതമായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ നജസ് വൃത്തിയാക്കാൻ അറിയാത്ത പല സ്ത്രീകളും ഇതു കാരണം നമ്മുടെ വീട് ഒന്നായിട്ട് മൂത്രമാകുന്നൊരവസ്ഥ, നമ്മുടെ മൂത്രമാവാത്ത തുണികൾ ഒന്നടക്കം മൂത്രമാവുകയാണ്. അത് ഞാൻ വ്യാഴാഴ്ചക്കലത്തെ ക്ലാസ് പറഞ്ഞില്ലേ, 200 ലിറ്റർ വെള്ളം 200 ലിറ്റർ തികയാത്ത വെള്ളത്തിലേക്ക് മൂത്രമുള്ള തുണിയും മൂത്രമാവാത്ത തുണിയും ഒന്നായിട്ട് ആകെ മൂത്രമാക്കി അത് യഥാർത്ഥത്തിൽ ഒലുമ്പേണ്ട രൂപത്തിൽ ഒലുമ്പാത്ത കാരണം ആകെ വല്ലിപ്പാന്റെ കുപ്പായും വല്ലിപ്പാന്റെ ഒയൽമുണ്ടും വല്യമ്മാന്റെ തുണിയും കുത്തിയുടെ തൊത്തിത്തുണിയും ആകെ നജസാകുന്ന കോലം. അത് വൃത്തിയാക്കാൻ അറിയാത്ത കാലം. ചില ഉമ്മമാരെ അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ മക്കൾ അങ്ങനെയാണ് പഠിക്കുക. ഉമ്മമാരെ കണ്ടിട്ടാ മക്കള് പഠിക്കുക. പണ്ട് മകള് തന്റെ ഭർത്താവിനെ കാലമാതാന്ന് വിളിച്ച്, കാലമാതാന്ന്, അതായത് ഒന്നുമല്ലാത്ത പോയത്തക്കാലമായ. അപ്പൊ അമ്മ ചോദിച്ചു, മോളെ ഭർത്താവിനെ അങ്ങനെ വിളിക്കുക? അപ്പൊ മോള് പറഞ്ഞു, അമ്മല്ലേ പറഞ്ഞത് എല്ലാം അമ്മയെ കണ്ടു പഠിക്കണമെന്ന്, അമ്മ അച്ഛനെ അങ്ങനെ വിളിക്കല്. അപ്പൊ മോള് കണ്ടു പഠിച്ച്. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി ഉമ്മയെ കണ്ടിട്ടാണ് മക്കള് പഠിക്കുക. നിങ്ങൾ എങ്ങനെയാണോ തിരുമ്പി വൃത്തിയാക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണോ നിലത്തുപോയ മൂത്രം വൃത്തിയാക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണോ വിരിപ്പ് മൂത്രമായത് കഴുകുന്നത്, ഇതാണ് നമ്മുടെ ചെറിയ മക്കള് കണ്ടു പഠിക്കുക. അതുകൊണ്ട് നിങ്ങൾ ശരിയായ രൂപത്തിൽ പഠിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ വളർന്നു വരുന്ന പെൺകുട്ടികളും ശരിയായ രൂപത്തിൽ പഠിക്കും. അവരുടെ മക്കൾ അതിനനുസരിച്ചെന്ത് ചെയ്യും, പഠിക്കും. ഏതായിരുന്നാലും പഠിക്കാതെ തൗഫീക്ക് നൽകട്ടെ. ഇനി അപ്പം ഈ മനുഷ്യൻ നരകത്തിൽ ഈ അദാബ് സഹിക്കാൻ നിക്കാരം കളാക്കിയതല്ല, നോമ്പ് നോൽക്കാത്തതല്ല റസൂല് പറഞ്ഞത്, ഹജ്ജ് ചെയ്യാത്തതല്ല പറഞ്ഞത്, അല്ലെങ്കിൽ ആരെങ്കിലും 10 ആളെ കൊന്ന കാരനല്ല, അല്ലെങ്കിൽ ആരാന്റെ മുതല് തിന്നത് കൊണ്ടല്ല ഈരങ്കൊതല് പുറത്തേക്ക് ചാടിയത്, മൂത്രം എവിടൊക്കെയായി എന്ന് ശ്രദ്ധിക്കാത്തതാ. ഒരൊറ്റ സംഭവം കൂടി പറയാം. സഅദ് റളിയല്ലാഹു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ ചൊവ്വാഴ്ചക്കലത്തെ ചില ക്ലാസ്സിലേക്കും പറഞ്ഞതാണ്. പക്ഷെ പുതിയ ഒരുപാട് ശ്രോതാക്കൾ ഉണ്ടായത് കൊണ്ടാണ് അതൊക്കെ ഒന്ന് ആവർത്തിക്കുന്നത്. അപ്പൊ ഏതായിരുന്നാലും സഅദ് റളിയല്ലാഹു അൻഹു ഒരു 10 മിനിറ്റും കൂടി നമുക്ക് പറഞ്ഞിട്ടുണ്ടാക്കാം. നമുക്ക് ചോദ്യോത്തര വേദിയിലേക്ക് കടക്കാം. 5:50 ആയിട്ടുണ്ട്. നമുക്ക് 6 ക്ലാസ് തുടരാം. മറ്റ് 6:30 നമ്മളെ നൂസക്കും വരിക. അപ്പൊ അതുകൊണ്ട് ഒരു 10 മിനിറ്റ് കൂടി മൂത്രം വൃത്തിയാക്കുന്ന രൂപം അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് പറഞ്ഞ് ചോദ്യകർത്താക്കൾക്ക് മൈക്ക വിട്ടു തരുന്നതാണ്. എല്ലാവരും അത് ചോദിക്കാണ്ട് ഇത് ചോദിക്കാണ്ട് അയ്മക്ക് ചോദിക്കാനുള്ളത് ശ്രദ്ധിക്കാതെ പറയുന്നത് ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുന്നു. സഅദ് റളിയല്ലാഹു അൻഹു വഫാത്തായി. ആരാ സഅദ് റളിയല്ലാഹു അൻഹു? സഅദ് റളിയല്ലാഹു അൻഹു മരിച്ചു എന്ന് കേട്ടപ്പോ ഇഹ്തസൽ അർശു പോലും കിടിലം കൊണ്ടുവന്ന. അങ്ങനെയാണല്ലോ ചില വ്യക്തികൾ മരിച്ചു എന്ന് കേൾക്കുമ്പോ ചില വല്ലാത്ത ഒരു ഇതായിരിക്കും. അത്
സാദിഖൊയിലേരും മരിച്ചു എന്ന് കേട്ട് വെച്ചിട്ട് അത്ര കുലുക്കണ്ടാവില്ല. നേരെ മറിച്ച് ചില നേതാക്കന്മാർ മരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ കുടുങ്ങിപ്പോകും. അള്ളാഹു നമ്മുടെ നേതാക്കന്മാർക്കൊക്കെ ആഫിയത്തുള്ള ആയുസ് നൽകുമാറാവട്ടെ. അപ്പൊ ഏതായിരുന്നാലും സഅദ് എല്ലാവരും മരിച്ചു എന്ന് കേട്ടപ്പോ അർശ് പോലും തരിച്ചു പോയിന. അതാ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് പള്ളിയിൽ ഖബറടക്കാൻ കൊണ്ടുപോകുന്നു. റസൂലുള്ള മയ്യത്തിന്റെ ഒപ്പം പോകുന്നു, സഹാബത്ത് പോകുന്നു. റസൂലുള്ള തന്റെ ഊനിക്കൊണ്ടാണ് റസൂലുള്ള സഅദ് റളിയല്ലാഹുവിന്റെ മയ്യത്തിന്റെ ഒപ്പം പോകുന്നത്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, എന്താ നബിയെ ഇങ്ങനെ നടക്കുന്നത്? ആ സമയത്ത് റസൂലുള്ള പറഞ്ഞു, വാനലോകത്തുള്ള മാലാകന്മാര് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹലോ ഒരു മിനിറ്റ് ടെലിഫോൺ. ഹലോ, സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മയ്യത്ത് ജനാസ അനുഗമിക്കാൻ വാനലോകത്തുള്ള മാലാകന്മാർ ഇറങ്ങി വന്ന കാരണം എനിക്കു കാലുവെക്കാൻ സ്ഥലമില്ല. ഇത്രയും വലിയ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അതാ ഇടുക്കുകയാണ്. ഇടത്തെ വാരിയല് വലത്തെ വാരിയലിലേക്ക് കോർക്കുന്ന വിധത്തിൽ ലിഗ്തത്തുൽ ഖബർ എന്ന ഒരു വലിയ പ്രശ്നം ഖബറിൽ സഅദ് റളിയല്ലാഹു അൻഹുവിനിക്ക് സംഭവിച്ചത് സുയൂത്തി ഇമാം തന്റെ ശറഹുസ് സുദൂർ എന്ന് പറയുന്ന ഹദീസിന്റെ ഗ്രന്ഥത്തിൽ സഅദ് റളിയല്ലാഹു അൻഹുവിനെ ഖബർ ഇടുക്കിയ സംഭവം ഒരുപാട് ഹദീസിലൂടെ വിശദീകരിക്കുന്നുണ്ട്. നോക്കൂ സുഹൃത്തുക്കളെ, ആകാശലോകത്തുള്ള മലായിക്കത്തീങ്ങൾ ഇറങ്ങി വരികയാണ് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തിന്റെ ഒപ്പം പോവാൻ. അതുപോലെ തന്നെ അർശ് പോലും കിടിലം കൊല്ലുകയാണ് സഅദ് മരിച്ചത്രേ. ആരായിരിക്കും അള്ളാഹുവിന്റെ അടുക്കൽ സഅദിന്റെ സ്ഥാനം? ചില്ലറയാണോ? പക്ഷേ ഖബർ വിട്ടില്ല, ആ സഅദിനെ ഖബർ വിട്ടില്ല. കാരണം മൂത്രം വസ്ത്രത്തിലാകുന്ന വിഷയത്തിൽ കുറച്ചു ശ്രദ്ധക്കുറവ് സഅദ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. പ്രിയപ്പെട്ട പുരുഷന്മാരെ, ഫിറ്റുള്ള ഫാന്റ് ധരിച്ച് നിന്ന് മൂത്രമൊഴിച്ച് നിന്ന് വൃത്തിയാക്കി ആ വൃത്തിയാക്കുന്ന വെള്ളവും അതാ ഫാന്റിലേക്കാകുന്നു. ആ ക്ലോസറ്റിൽ നിന്ന് അല്ലെങ്കിൽ മൂത്രച്ചാലിൽ നിന്ന് വെള്ളം ഫാന്റിലേക്ക് ധരിക്കുന്നു. അത് ശ്രദ്ധിക്കാത്ത എത്ര പേരുണ്ട്? ഫിറ്റുള്ള ഫാന്റ്, അതിന്റെ ഉൾഭാഗത്ത് മറ്റൊരു അടിവസ്ത്രം, മൂത്രം നല്ല പോകുന്നില്ല. എഴുന്നേറ്റ് സ്വൽപ്പം നടക്കുമ്പോഴേക്ക് മൂത്രം ഒച്ചി അവന്റെ അടിവസ്ത്രത്തിലും ഫാന്റിലുമാകുന്നുണ്ട്. അത് നിന്റെ ഭാര്യ അറിയുന്നില്ല. ആ മൂത്രമായ ഫാന്റും അവളുടെ നിസ്കാരക്കുപ്പായവും ഒരു ബക്കറ്റിലുത്ത് കഴുകി നിന്റെ ഫാന്റിലുള്ള മൂത്രം അവളുടെ നിസ്കാരക്കുപ്പായത്തിലേക്കായി അത് വൃത്തിയാക്കുന്നത് ശരിയാവാതെ നിന്റെ ഭാര്യ നിന്റെ ഫാന്റിലുള്ള മൂത്രം കഴുകിയ വെള്ളം നിസ്കാരക്കുപ്പായത്തിലായി അതിന്റെ മുകളിലേക്ക് വെള്ളം ഒഴുക്കണമെന്ന വിവരമില്ലാത്തതിന്റെ പേരിൽ ആ നിസ്കാരക്കുപ്പായം പിഴിഞ്ഞൊനക്കി നിന്റെ ഭാര്യ തറാവീഹ് നിസ്കരിച്ചത്, തഹജ്ജുദ് നിസ്കരിച്ചത് ഈ നിസ്കാരക്കുപ്പായം കൊണ്ടാണ്. വാസ്തവത്തിൽ നിസ്കരിക്കുന്നവന്റെ വസ്ത്രം നജസിൽ നിന്ന് വൃത്തിയാകുക എന്ന നിയമം ഇവിടെ വെക്കാത്തത് കൊണ്ട് നിന്റെ ഭാര്യന്റെ തറാവീഹ്, നിന്റെ ഭാര്യന്റെ തഹജ്ജുദ് എല്ലാം ബാത്തിലായിപ്പോയ വിവരം പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നീ അറിഞ്ഞിട്ടില്ല, നിന്റെ ഭാര്യ അറിഞ്ഞിട്ടില്ല. നാലാഖിറത്ത് ചെല്ലുമ്പോ തറാവീഹിന്റെ പ്രതിഫലം കാണുന്നില്ല, തഹജ്ജുദിന്റെ പ്രതിഫലം കാണുന്നില്ല. ചില്ലറ വിഷയമല്ല മൂത്രത്തിന്റെ മസാല. അത് വൃത്തിയാക്കുന്നിടത്ത് വലിയ അബദ്ധം. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണർത്തിയതുപോലെ വാഷിംഗ് മെഷീൻ അല്ലെ, നമ്മൾ തിരുമ്പാൻ ഉപയോഗിക്കുന്ന അലക്കു മെഷീൻ, അതിന്റെ മസാല നമുക്കൊന്നുകൂടി പറയാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ വലിയൊരു വിഷയം ഒന്നുകൂടി. ദഖായിഖുൽ അഖ്ബാർ എന്ന് പറയുന്നൊരു കിതാബ് കാണാം. ആ കിതാബിൽ ഖബറാളികളെ ചോദ്യം ചെയ്യുന്ന വിഷയം പറഞ്ഞിടത്ത് ഒരു മനുഷ്യനെ അതാ ഖബറിലേക്ക് വെച്ച് മൂതുകല്ലൊക്കെ വെച്ച് മുങ്കർ നക്കീർ വന്ന് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. വ്യക്തമായ മറുപടി മുങ്കർ നക്കീറിന് കൊടുത്തു. മുങ്കർ നക്കീർ അലൈഹിമുസ്സലാത്തു വസ്സലാം മടങ്ങിപ്പോയി.
അതാ വലിയ ഒരു ഇരുമ്പിനാലുള്ള ദന്തുമായി മറ്റൊരു മലക്ക് വന്നു ഈ കബറാലിയെ എതക്കതക്ക് അടിക്കുന്നു. ആ സമയത്ത് ഈ കബറാലി ചോദിക്കുമത്രേ, നിങ്ങൾ എന്തിനാണ് എന്നെ അടിക്കുന്നത്? മുങ്കർ നക്കീർ വന്നു ചോദ്യം ചോദിച്ചു. അല്ലാരാണ്, അല്ല റബ്ബാരാണ് മറുപടി കൊടുത്തു. പ്രവാചകനാരാണ് മറുപടി കൊടുത്തു. ഖിബ്ല ഏതാണ് ഞാൻ ഉത്തരം പറഞ്ഞു. ഇമാമേരാണ് വ്യക്തമായി പറഞ്ഞു. സഹോദര സഹോദരിമാരാരൊക്കെയാണെന്ന് പറഞ്ഞു. പിന്നെന്തിനാണ് നിങ്ങൾ ഈ ഇരുമ്പിനാലുള്ള ദന്തുകൊണ്ട് എന്നെ അടിക്കുന്നത്? ആ മലക്ക് പറയുമത്രേ, മനുഷ്യ, നീ ദുന്യാവില് ഒരു വക്കത്ത് നിസ്കരിച്ചപ്പോൾ ഒരു തുള്ളി മൂത്രം നിന്റെ വസ്ത്രത്തിൽ ആയിട്ടുണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കാതെ ആ വസ്ത്രം ധരിച്ചിട്ടാണ് നീ ദുന്യാവിൽ ഒരു വക്കത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അതിനുള്ള ശിക്ഷയാണ് നീ അനുഭവിക്കുന്നത് എന്നുള്ളൊരു സംഭവം ദഖായിഖുൽ അഖ്ബാർ എന്ന് പറയുന്ന ഖബറാലികളുടെ മരണ സംബന്ധമായി വിഷയങ്ങൾ പറയുന്ന കിതാബിൽ കാണാം. ചെറുപ്പക്കാരെ, ഒരു വഖത്ത് നിസ്കാരം ഒരു തുല്യ മൂത്രമായ വസ്ത്രം ധരിച്ചു നിസ്കരിച്ചതിന് ഖബറിൽ ദന്തിനാൽ മലക്ക് വന്ന് അടിക്കുന്നുവെങ്കിൽ നമ്മുടെ ഫാൻജിൽ എല്ലാ സമയത്തും മൂത്രമൊഴിക്കുമ്പോ ആയി പോകുന്നില്ലേ? നമ്മുടെ മക്കൾക്കും ഫിറ്റുള്ള ഫാൻജല്ലേ വാങ്ങി കൊടുത്തിട്ടുള്ളത്. ആ മൂത്രമായ ഫാൻജ് വൃത്തിയാക്കേണ്ട മസാല ഭാര്യക്ക് പഠിപ്പിച്ചിന്ന് വരെ കൊടുത്തിട്ടുണ്ടോ? എന്റെ ഭാര്യ വസ്ത്രം കഴുകുന്നത് അത് നജസിൽ നിന്ന് വൃത്തിയാക്കേണ്ട രൂപത്തിലാണെന്ന് നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിക്കാത്ത നല്ലൊരു വിഭാഗമുണ്ട്. മിഞ്ഞാനത്തെ ക്ലാസ്സിൽ ബക്കറ്റിൽ മുക്കി വെള്ളം കഴുകുന്ന മസാല പറഞ്ഞപ്പോ ഏതോ ഒരു സുഹൃത്ത് ടൈപ്പ് ചെയ്ത് വിട്ടിരുന്നു, ഉസ്താദേ, എല്ലാരും വസ്ത്രം കഴുകുന്നത് ഒരു ബക്കറ്റിൽക്കിട്ട് രണ്ടാമത്തെ ബക്കറ്റിൽ സോപ്പും പത കളഞ്ഞ് മൂന്നാമത്തെ ബക്കറ്റിലിട്ട് നല്ലൊരു ഒലുമ്പൊലുമ്പൊലുമ്പി അങ്ങനെ പിഴിഞ്ഞുണക്കുകയാണ്. എല്ലാ സ്ത്രീകളും വസ്ത്രം കഴുകുന്നത് അങ്ങനെയാണ്. മൂത്രമായ തുണിയുമുണ്ട്, അതില് മൂത്രമാവാത്ത തുണിയുമുണ്ട്. അതുകൊണ്ട് വളരെ വിഷയം ഞാൻ ആദ്യം പറഞ്ഞത് മറക്കരുത്. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ വസ്ത്രത്തിൽ, നമ്മുടെ നിലത്ത് ഏറ്റവും കൂടുതൽ ആകാൻ സാധ്യതയുള്ള നജസ് മൂത്രം. നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ പോകുന്ന നജസും മൂത്രം. നജസിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ ഏറ്റവും ശിക്ഷയുടെ കാര്യത്തിൽ ഗൗരവം കൂടിയ നജസും മൂത്രം. ഇത് മൂന്നും മറക്കാതെ ഞാൻ ആ വ്യാഴാഴ്ചക്കാലത്തെ ക്ലാസ്സിൽ ആ വിഷയം പറഞ്ഞപ്പോ കേൾക്കാല്ലേ, നല്ല മഴയാണ് കേട്ടോ. ഞാൻ നല്ല ഉറക്കനെ പറഞ്ഞിട്ടുണ്ട്, കാരണം നിങ്ങൾക്ക് കേൾക്കണില്ല ചിത്ത്. KMIC കൂരിയാർ സുഹൃത്തെ കേൾക്കാല്ലേ? എന്താ എല്ലാ മൂപ്പരൊക്കെ ഉറങ്ങിക്കിടക്കങ്ങളൊക്കെ ഞാൻ അങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഉണ്ട് ഇൻഷാ അല്ലാഹ് ക്ലിയർ. യെസ്. അപ്പൊ നോക്കി, അങ്ങനെ ഒരു മസാല ഇപ്പൊ ഗൾഫിൽ നിന്ന് പലരും വിളിച്ചു, വാഷിംഗ് മെഷീൻ അങ്ങനെ ചിലവര് പറഞ്ഞ് അതില് ഇങ്ങനത്തെ ഉണക്കിയിട്ട് ഇങ്ങനത്തെ പുറത്തേക്ക് വരുന്ന മെഷീൻ്റെ ആദ്യം വെള്ളം അതിലേക്ക് വരും, വസ്ത്രം അതിലേക്ക് ഇടും. എന്നിട്ട് എന്ത് ചെയ്യും? ആ എത്ര വസ്ത്രമാണോ അതിലേക്ക് ഇട്ടത് അത് കഴുകാൻ ആവശ്യമായ വെള്ളം ഓട്ടോമാറ്റിക്കായി അതിലേക്ക് വരും. എന്നിട്ട് സോപ്പും പൊടിത്തൊക്കും നല്ലോണം കറക്കും. എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ആ വെള്ളം ഒഴിവാക്കി രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും വെള്ളം വരും, അത് ഒഴിവാക്കും. അങ്ങനെ അവസാനം 4 പ്രാവശ്യം വെള്ളം അതിലേക്ക് വന്ന് നല്ലവണ്ണം കറക്കി പിഴിയും. എന്നിട്ട് അതിങ്ങത്ത് ഉണങ്ങി തേച്ച് ഇങ്ങത്ത് പുറത്തേക്ക് വരും. അപ്പൊ ഇതിലിട്ട് കഴുകിയ വൃത്തിയാവുമോന്നാണ്. വേറെ ചിലവര് വിളിച്ചത് അങ്ങനല്ല, ഞങ്ങളേക്കല്ലത് അങ്ങനത്തെ മെഷീനല്ല. ഞാനൊരു കാര്യം പറയാം, ഞാൻ ആ മെഷീൻ വരെ ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കുന്നത് കണ്ടിട്ടുമില്ല, ഇനി കാണാൻ ഞാൻ പോകുന്നുമില്ല. അങ്ങനെ എന്റെ തീരുമാനം. ഞാൻ ഏതായാലും തറപ്പനിക്ക് കല്ല് കൊണ്ടുവന്നപ്പോ തന്നെ എന്റെ ഭാര്യ നല്ല വീതില്ല ഒരു കരിങ്കല്ല് അന്ന് തന്നെ വേറെയാക്കി വെച്ചിട്ടുണ്ട് തിരുമ്പാന്. ഏതോ ഇരിക്കട്ടെ, നിങ്ങൾ ഗൾഫിലേക്ക് വരി, അന്ന് കരിങ്കല്ലൊന്നും ഉണ്ടാവൂല. നിങ്ങൾ ഏതെങ്കിലും കാലത്ത് അബൂറയ്യാൻ ഗൾഫിലേക്ക് വരികയാണെങ്കിൽ അന്ന് നിങ്ങൾക്ക് നമ്മ കാണിച്ചു തരണ്ട് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞേക്കാം. അതൊക്കെ നമുക്ക് എന്തെങ്കിലും നായി ആവശ്യത്ത് ഇപ്പൊ തന്നെ വന്നൂറ്റ് പോയി കിടക്കണ്ടല്ലോ. വെള്ളം എന്ത് വെച്ചിട്ട് ഇപ്പൊ തന്നെ തുണി പൊന്തിക്കണ്ട, വെള്ളത്ത് ചവിട്ടുമ്പോ തുണി പൊന്തിച്ചാൽ മതി. അത് അന്ന് ആലോചിച്ച. ഏതായിരുന്നാലും ഞാൻ പറയുന്നത് അതൊന്നും, നമുക്കൊരു വിഷയം പറയാം.
യഥാർത്ഥത്തിൽ 2 കൊല്ലത്തു തികയാത്ത വെള്ളമാണെങ്കിൽ, ഞാനും ഗൾഫിൽ നിന്ന് വിളിക്കരുത്, തന്റെ ക്ലാസ് കേട്ടോലും സാറേ ഞങ്ങളെ വിഷയം എങ്ങനെയാണ്, നിങ്ങളെ വിഷയം എങ്ങനെയായാലും അതൊന്നും എനിക്കറിയില്ല, ഞാൻ മസാല എന്ത് പറയാം. അതേ രൂപത്തിലാണെങ്കിൽ അത് വൃത്തിയായിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഇല്ല. അത്ര പറയാം. ഇനി ഒരു നല്ല വശം ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഞാൻ മസാല പറയാം, എന്നിട്ട് നല്ലൊരു വശം ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് സമാധാനമാവും. അതായത് 2 കൊല്ലത്ത് അഥവാ 200 ലിറ്റർ, 200 ലിറ്റർ തികച്ചുണ്ടായിക്കോളൂ, ഏകദേശം 200 ലിറ്റർ. അപ്പൊ 4-5 ലിറ്ററൊക്കെ കമ്മി ആയാലും കുഴപ്പമില്ല. അപ്പൊ 195, 196 ലിറ്റർ വെള്ളമാണെങ്കിലും ആ വെള്ളത്തിന്റെ ഹുക്കുമും 2 കൊല്ലത്ത് വെള്ളത്തിന്റെ ഹുക്കുമാണ്. കൊല്ലത്തല്ല, കൊല്ലത്താണ്. പണ്ട് 2 ആൾക്കാര് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഫാസ്റ്റ് പോയി കേര. അപ്പൊ ഒരാൾ ഇങ്ങേപ്പുറത്തും അങ്ങേപ്പുറത്തും ഇരിക്കുന്നത്. കണ്ടക്ടർ ചോദിച്ചു എങ്ങത്താന്ന് ചോദിച്ചു. അപ്പൊ ഒരാൾ പറഞ്ഞു ഒരു കൊല്ലം എന്നാണ്. ഒരു കൊല്ലം എന്നാണ് അത് നമ്മളെ കൊല്ലം ജില്ലയെ പറ്റ ഒരു കൊല്ലം. അപ്പൊ ഈ ഒപ്പ ഇരിക്കുന്ന ആള് ഇപ്പൊ ഒരു കൊല്ലത്തേക്കാ ടിക്കറ്റ് എടുക്കണ്. അപ്പൊ കണ്ടക്ടർ പറഞ്ഞു ഇജ്ജെങ്ങത്താണ്, നാളെ 6 മാസത്തിന് നിർത്തോലിനാണ്. അങ്ങനല്ല, ഇത് ആ കൊല്ലല്ല ഞാൻ പറയുന്നത്, കൊല്ലത്ത്, പുല്ലില്ല കാഫാണ്, കൊല്ലത്ത്. അപ്പൊ 2 കൊല്ലത്ത് വെള്ളം ഏകദേശം 200 ലിറ്റർ വെള്ളം ഇല്ലാതെപ്പോൾ അപ്പൊ ഒരു 170 ലിറ്റർ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 150 ലിറ്റർ വെള്ളമുള്ളൂ. ആ വെള്ളത്തിലേക്ക് നജസ് അങ്ങോട്ട് ചേരൽ കൊണ്ട് തന്നെ, അതായത് അതിലേക്ക് നജസ് അത് ചേർന്നു, പക്ഷേ ആ വെള്ളത്തിന്റെ നിറത്തിനോ വാസനക്കോ രുചിക്കോ വ്യത്യാസം ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ നജസ് അതിലാവൽ കൊണ്ട്. എന്നാലും ശരി, ആ വെള്ളം ഇപ്പോൾ മുത്തനജ്ജിസായി, വെള്ളം നജസായി. ഇനി അവിടെ വെള്ളത്തിന്റെ നിറത്തിനോ വാസനക്കോ വ്യത്യാസം എന്തോ നോക്കണ്ട. നേരെ മറിച്ച് 2 കൊല്ലത്ത് വെള്ളമുണ്ട്, അതിലേക്കാണ് നജസ് സംഭവിച്ചത്. അപ്പൊ നോക്കണം, ആ വെള്ളത്തിന്റെ നിറത്തിനോ വാസനക്കോ രുചിക്കോ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ളം നജസാണെന്ന് വെക്കും, ഇല്ലെങ്കിലോ ആ വെള്ളം ശുദ്ധിയുള്ളതാണെന്നും വെക്കും. അപ്പൊ ഞാൻ പറയുന്നത് 2 കൊല്ലത്തു തികയാത്ത വെള്ളമാണെങ്കിൽ അതിലേക്ക് മുത്തനജ്ജിസായ നജസ് ആയ വസ്ത്രത്തെ ഇടാൻ പാടില്ല. പിന്നെ അവരെ ശുദ്ധിയാക്കേണ്ട രൂപം എങ്ങനെയാണ്? ഈ നജസായ വസ്ത്രത്തിന്റെ മുകളിലൂടെ 2 കൊല്ലത്ത് ചുരുങ്ങിയ വെള്ളത്തെ ഇങ്ങോട്ടൊഴിക്കുക. അവിടെ എന്തു തെറ്റുധരിക്കരുത്, ഈ 2 കൊല്ലത്ത് കുറഞ്ഞ വെള്ളം ഒന്നായിട്ടൊഴിക്കണം എന്നല്ല. അങ്ങനെ ഒരു മിഞ്ഞാനൊരു സുഹൃത്ത് വിളിച്ചു ചോദിച്ചു, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അപ്പൊ ഞാൻ പറയാം, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, 150 ലിറ്റർ വെള്ളമുണ്ട്, ഏകദേശം 150 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ബക്കറ്റ് പ്രകാരം ഒരു 10 ബക്കറ്റ് വെള്ളം ഉണ്ടാവും. സാധാരണ ഒരു ബക്കറ്റ് അപ്പൊ 150 ലിറ്റർ വെള്ളം ഉണ്ടെങ്കിൽ ഒരു 15 ലിറ്റർ വെള്ളം ഉണ്ടാവും, 15 ബക്കറ്റ് വെള്ളം ഉണ്ടാവും. പക്ഷേ ഈ 15 ബക്കറ്റ് വെള്ളമുള്ള ഈ 150 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു നജസായ തവ്വല്, അല്ലെങ്കിൽ ഒരു തൊപ്പി, അതല്ലെങ്കിൽ ഒരു ഒയൽമുണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും നജസായ മൂത്രമായ ഒരു അതിവസ്ത്രം, അത് ഈ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇടലോട് കൂടെ സുബ്ഹാനല്ല ഈ 150 ലിറ്റർ വെള്ളം നജസായി വരെ. നേരെ മറിച്ച് ആ തവ്വൽ എന്ത് ചെയ്തു, ഇടത്തെ കയ്യിലോ വലത്തെ കയ്യിലോ പിടിച്ച്, എന്നിട്ട് ആ 150 ലിറ്ററിൽ നിന്ന് നല്ല 1 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ 2 കോപ്പ വെള്ളം എടുത്ത് ഈ തവ്വലിന്റെ മുകളിലൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ഇപ്പൊ എന്തായി, ഈ തവ്വല് വൃത്തിയായി. നല്ലപ്പോ ആ തവ്വലുമ്പോ മൂത്രം ആയിട്ടുണ്ട്, പക്ഷെ അത് ഉണങ്ങിയിരിക്കുന്നു. അങ്ങനെ ആ ഒരു നല്ലൊരു കോപ്പ വെള്ളം എടുത്ത് ഈ തവ്വലിന്റെ മുകളിലൂടെ എല്ലാ ഭാഗത്തേക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലക്കെ നജസായിട്ടില്ലെങ്കിൽ ആ നജസായതിന്റെ മുകളിലൂടെ ഒരു കോപ്പ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു. ഇപ്പൊ ആ തവ്വലിൽ ഒരു മൂത്രത്തിന്റെ വാസന ഒന്നുമില്ലേനു. ഈ തവ്വല് വൃത്തിയായി. പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ 15 ബക്കറ്റ് വെള്ളത്തിൽ നിന്ന് 1 കോപ്പ വെള്ളം കൊണ്ട് ഈ തവ്വല് വൃത്തിയായി. നേരെ മറിച്ച് നമ്മുടെ അശ്രദ്ധത കാരണം ഈ തവ്വല് ഈ 150 ലിറ്ററിലേക്ക് അങ്ങോട്ട് ഇടലോട് പോയി 150 ലിറ്ററിൽ ഒന്നിനും പറ്റൂല, ഓതുണ്ടാക്കാനും പറ്റൂല, കുളിക്കാനും പറ്റൂല, ഒന്നിനും പറ്റൂല. ക്ലോസറ്റ് കൊണ്ടുപോയിട്ട് ഒഴിക്കാൻ പറ്റും. നോക്കിങ്ങള്,
നമ്മുടെ അശ്രദ്ധതല്ലത്. ഞാൻ ഇന്നലെ മിഞ്ഞാലാരോ എഴുതി അറിയിച്ച് എല്ലാവരും ഇങ്ങനെ തന്നെ ഉസ്താദെ വൃത്തിയാക്കണം. എല്ലാവരും തന്നെ എല്ലാവരും ഒന്നുമില്ല, നല്ലൊരു ശതമാനം. ഇതൊക്കെ മനസ്സിലാക്കിയ ഒരുപാട് മുഅ്മിനീങ്ങളും മുഅ്മിനത്തായ സ്ത്രീകളും ഉണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ അവരെ പരിഗണിച്ചും കൊണ്ടായിരിക്കണല്ലോ വിഷയം അവതരിപ്പിക്കേണ്ടത്. തിരിയുന്നവരുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതായാൽ നടക്കൂല. എന്റെ മുമ്പിലുള്ളവർക്കൊക്കെ ഇത് തിരിയും. അപ്പൊ അങ്ങനെ നമ്മൾ വിചാരിച്ച ക്ലാസ് ഉഷാറാവൂല. ഞങ്ങൾക്ക് അതിനൊരു ഉദാഹരണം പറയാം, സമയം പോയാലും വേണ്ടില്ല. നമ്മുടെ ഖാരി ഹസ്സൻ മുസ്ലിയാർ, അള്ളാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ഖാരി ഹസ്സൻ മുസ്ലിയാർ ഞാൻ തഖസ്സുസിൽ പഠിക്കുന്ന സമയത്ത് അന്ന് നമ്മുടെ ഖാരി ഹസ്സൻ മുസ്ലിയാർ അവിടുത്തെ ഹിസ്ബിന്റെ ഉസ്താദാണ് ഹിഫ്ളുൽ ഖുർആൻ കോളേജിൽ. അങ്ങനെ അദ്ദേഹവുമായി ഒരിക്കൽ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു ഉപദേശം ചെയ്തു. സമസ്തയുടെ 60ാം വാർഷിക മഹാസമ്മേളനം നടക്കുകയാണ്. 1.5 മണിക്കൂർ AP ഉസ്താദ് സ്വാഗതം പറഞ്ഞ അതിമഹത്തായ സമ്മേളനം. ആ സമ്മേളനത്തിൽ അന്ന് സമസ്തയുടെ ഖാരി ഹസ്സൻ മുസ്ലിയാരാണ്. EK ഹസ്സൻ മുസ്ലിയാരല്ല. ചില ആൾക്കാർക്ക് അറിയാത്തവരുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് വ്യക്തമായി. ഖാരി ഹസ്സൻ മുസ്ലിയാർ വേറെ, EK ഹസ്സൻ മുസ്ലിയാർ വേറെ, നവ്വറല്ലാഹു മർക്കദഹുമ. അങ്ങനെ എന്ത് ചെയ്തു? പക്ഷേ ഹസ്സൻ മുസ്ലിയാരുടെ മനസ്സ് ഈ കാരണം സമസ്തയുടെ 60ാം വാർഷിക മഹാസമ്മേളനം ആ കോഴിക്കോട് കടപ്പുറം നിറഞ്ഞൊഴുകിയിരിക്കുകയാണ്. സ്റ്റേജുമ്മ കന്നിയത്ത് ഷംസുൽ ഉലമ കോത്തുമല ഉസ്താദ് AP ഉസ്താദിനെ പോലത്തെ വലിയ വലിയ പണ്ഡിത നിര. സദസ്സിൽ ചിലപ്പോൾ ഇവരെക്കാൾ വലിയ ആലിമീങ്ങൾ എവരുണ്ടാവും? സദസ്സിലുണ്ടാവും. ഹസ്സൻ മുസ്ലിയാർ ഞങ്ങളോട് പറയാണ്, ഞാൻ ഓതണം, കാരണം സമസ്തന്റെ ഖാരി ഞാനല്ലേ. അപ്പൊ അതുകൊണ്ട് ആ പൊതുസമ്മേളനത്തിൽ ഖിറാഅത്ത് ഞാൻ തന്നെ അവതരിപ്പിക്കണം. പക്ഷെ സ്റ്റേജുമൊക്കെ ഇങ്ങനെ നോക്കുമ്പോ മഹാരഥന്മാരാവുന്ന പണ്ഡിതന്മാര്, സദസ്സിലേക്ക് നോക്കുമ്പോ നോക്കത്താ ദൂരത്തുള്ള ജനങ്ങളും ആലിമീങ്ങളും. ഹസ്സൻ മുസ്ലിയാരുടെ മനസ്സൊന്ന് പതരീനാണ്. ഇവരുടെ മുമ്പിൽ ഞാൻ ഓതി അഥവാ പിഴച്ചാൽ എന്താകുമെന്നൊരു ബേജാറ്. പക്ഷെ ആ ബേജാറ് വന്നാൽ ഓത്ത് ശരിയാവൂല. അപ്പൊ ഹസ്സൻ മൊയ്ലിയാർ പറഞ്ഞു, ഞാൻ എൻ്റെ മനസ്സിലകത്ത് വിചാരിച്ചൊരു വിചാരം, അള്ളാഹുവേ എൻ്റെ ഓത്ത് കേൾക്കാനല്ലേ ഈ കണ്ട ജനങ്ങളൊക്കെ ഇരിക്കുന്നത് എന്നും വിചാരിച്ച് സ്റ്റേജുമൊക്കെ ഒറ്റ ഓത്താണ്. അങ്ങനെ മനസ്സിലാന്ന് വിചാരിച്ച് ഇന്റെ ഖിറാഅത്ത് കേൾക്കാനാണ് ഈ കണ്ട ആലിമീങ്ങളൊക്കെ ഇരിക്കുന്നത്. ഒരു ചെറിയ തകബ്ബുറിന് അതിനെപ്പറ്റി പറഞ്ഞൂടാ എന്ന് വിചാരിക്കലല്ലാതെ അവരെ എന്റെ ഖിറാഅത്ത് ശരിയാവാൻ മറ്റു മാർഗമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ക്ലാസ് റൂമിൽ ഇത് അറിയാത്തവരുമുണ്ട്, അതേമായിക്കുന്ന ശ്രോതാക്കൾ, റേഡിയോ ശ്രോതാക്കൾ ഇതിന്റെ ഗൗരവം അറിയാത്തവർ. അപ്പൊ അവരും കൂടി പരിഗണിച്ചിട്ടാണ് ഞാൻ ഇത്ര ഗൗരവത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഇതൊക്കെ അറിയുന്നവര് അതൊക്കെ ഞങ്ങൾക്ക് അറിയാം, പിന്നെന്തിനപ്പം ഇങ്ങനെ ഗൗരവത്തിൽ പറയുന്നു എന്ന് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കള്, നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടി നിങ്ങൾ എന്നോട് സഹകരിക്കുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട്. അള്ളാഹു നമ്മളുടെ സഹകരണം കാരണം മറ്റുള്ളവർക്ക് വിഷയത്തിന്റെ ഗൗരവം തിരുത്താനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. അപ്പൊ ഏതായിരുന്നാലും 2 കൊല്ലത്ത് താഴെയുള്ള വെള്ളമാണെങ്കിൽ മുത്തനജ്ജിസായ നജസുദയ വസ്ത്രത്തെ അല്ലെങ്കിൽ പാത്രത്തെ അതിലേക്ക് ഇടാൻ പാടില്ല. പിന്നെ അതിന്റെ മുകളിലേക്ക് വെള്ളം ഇങ്ങോട്ടൊഴുക്കുകയാണ് വേണ്ടത്. ഈ ഒരവസ്ഥ വാഷിംഗ് മെഷീനിൽ നടക്കുന്നുണ്ടോ? വൃത്തിയാകും. ഇല്ലേ? നിങ്ങൾ ആലോചിക്കേണ്ടതാകുന്നു. അത്രേ എനിക്കതിൽ പറയാൻ പറ്റുള്ളൂ. ഞാൻ വാഷിംഗ് മെഷീനിൽ കഴുകിയ വൃത്തിയാവൂല എന്ന് പറയും. അതുകൊണ്ട് നല്ലൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ മിഞ്ഞാന്ന് വിളിച്ച സുഹൃത്തിനോട് ഞാൻ അതായത് നമ്മൾ നജസായ വസ്ത്രവും നജസാവാത്ത വസ്ത്രവും അലക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ എല്ലതും പാടെ ഒന്നിൽ കൂട്ടിക്കുഴക്കാതെ നജസായ വസ്ത്രത്തിന്റെ മുകളിലൂടെ, അത് കാഷ്ടം പോലത്തതോ ഛർദിച്ചതൊക്കെ ആണെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിൽ പച്ച നീക്കണത്തോ. സാധാരണ നമ്മൾ മൂത്രമാണ് ഇങ്ങനെ അധികം ആവാറുള്ളത്, അതുകൊണ്ടാണ് അത് പറയുന്നത്. ഇനി കാഷ്ടം പോലത്തതായ നജസാണെങ്കിൽ ആദ്യം അതിന്റെ തടി പച്ച നീക്കിക്കളെ, എന്നിട്ട് അതിന്റെ മുകളിലൂടെ വെള്ളം ഒഴിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലാതെ കാഷ്ടം മുണങ്ങിയത് പറ്റിപ്പിടിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ മുകളിലൂടെ വെള്ളം ഒഴിച്ചത് കൊണ്ട് മാത്രം വൃത്തിയാകൂല. ഇപ്പൊ ഉണങ്ങിയ മൂത്രം പോലത്തെ വൃത്തിയാക്കുന്ന വിഷയമാണ് പറയുന്നത്. അപ്പൊ ഏതായിരുന്നാലും നമ്മുടെ വീട്ടിൽ അലക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അലക്കു മെഷീൻ ഉപയോഗിച്ച് ഞാൻ അലക്കുകയാണെങ്കിലും എന്ത് ചെയ്യുക? എല്ലതും പാടെ ഒന്നാക്കാതെ
നജസായ വസ്ത്രമുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് വേറെ വെച്ച് അതിന്റെ മുകളിലൂടെ അത് വൃത്തിയാകുന്ന രൂപത്തിൽ വെള്ളം ഒഴിച്ച് പിന്നീട് ഒന്നാക്കുക. നമ്മുടെ വീടുകളിലൊക്കെയും എല്ലതും പാടെ ആദ്യമേ ഒന്നാക്കുമ്പോ ഇത് മുഴുവനും പാടെ ഒലുമ്പുണ്ടാക്കാൻ ഇഷ്ടംപോലെ വെള്ളം ചെലവാകും. അതുകൊണ്ട് നജസായ വസ്ത്രവും നജസാവാത്ത വസ്ത്രവും എല്ലതും പാടെ ഒരു മൂലയിൽ ഒരുമിച്ച് കൂട്ടി അവസാനം ഒന്നായിട്ട് വാരിയെടുത്ത് ഒരു ബക്കറ്റിലുള്ള വെള്ളത്തിൽ താഴ്ത്തുന്ന സാഹചര്യം ഒഴിവാക്കി നജസായത് വേറെ വെക്കുകയും നജസാവാത്തത് വേറെ വെച്ച് അലക്കാൻ നേരത്ത് അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിലേക്ക് ഇടുന്ന നേരത്ത് ആ നജസായ വസ്ത്രം കുറഞ്ഞ വെള്ളം കൊണ്ട് വൃത്തിയാക്കേണ്ട രൂപത്തിൽ അഥവാ അതിന്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ച് വൃത്തിയാക്കി എന്നിട്ട് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആകെക്കൂടെ നജസായി അല്ലെങ്കിൽ അതിന്റെ മുകളിലൂടെ വെള്ളം ഒഴുകൽ വരുന്നുണ്ടോ എന്ന ഇഷ്കാലുകൾക്കൊക്കെയും പരിഹാരമാകും എന്ന് മാത്രം ഉണർത്തി ഇൻഷാ അല്ലാഹ് ഇനി ഇപ്പോഴും എവിടെ എത്തിയിട്ടില്ല. ഞാൻ ഈ വിഷയത്തിന്റെ ഗൗരവം ഉസ്താദെ നിലത്ത് മൂത്രമായ മസല എപ്പോഴും പറഞ്ഞില്ലല്ലോ, പക്ഷെ പറയാൻ മറന്നതല്ല. ഞാൻ ആ മൂത്രത്തിന്റെ ഗൗരവം, ആ നരകാവകാശി അനുഭവിച്ച രംഗം, ദന്തുകൊണ്ട് മലക്കടിക്കുന്ന രംഗം, ഇത്രയും വലിയ മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹുവിനിക്ക് സംഭവിച്ച രംഗം, അത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോഴാണ് ഇന്നുള്ള ഈ മൂത്രത്തിലുള്ള ശ്രദ്ധക്കുറവിൽ നിന്ന് മാറി ഇനി എന്റെ വസ്ത്രത്തിലൊരു തുള്ളി മൂത്രം ആവൂല, ഫിറ്റുള്ള ഫാന്റ് ധരിച്ച് മൂത്രം പൂർണ്ണമായും ഒറ്റിപ്പോവാതെ ഞാൻ നടക്കുന്ന സമയത്ത് മൂത്രം വസ്ത്രത്തിലായി, ഒരു തുള്ളി മൂത്രം ഒരു പ്രാവശ്യം വസ്ത്രത്തിലായി, അത് ശ്രദ്ധിക്കാതെ ദുന്യാവിൽ ഒരു വക്കത്ത് നിസ്കരിച്ചതിന് ഖബറിൽ ഇരുമ്പിനാലുള്ള ദന്തുകൊണ്ട് മലക്കടിക്കുമെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എത്രയോ പ്രാവശ്യത്ത് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. ഞാൻ ഒരു 2 മിനിറ്റ് കൂടി അതിനു വേണ്ടി ഉപയോഗിച്ച് പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, നമ്മുടെ നിലം ഒന്നിരിക്കൽ കാവിത്തതായിരിക്കും, കമാ ഫി ബൈത്തി അബീ റയ്യാൻ. അതല്ലെങ്കിൽ എന്തായിരിക്കും, ടൈൽസ് ഇത്തരായിരിക്കും, അല്ലെങ്കിൽ മാർബിൾ, അല്ലെങ്കിൽ ഗ്രാനൈറ്റ്. അവിടെ മൂത്രമായാൽ നല്ല ശ്രദ്ധിക്കട്ടോ, എന്താണ് നമ്മുടെ സഹോദരിമാര് ചെയ്യുന്നത്? ആ മൂത്രം എന്ത് ചെയ്യും, അവരിങ്ങോട്ട് തുടച്ചെടുക്കും, അതൊരു ശീല കഷ്ണം കൊണ്ട് തുടച്ചെടുക്കും, പിന്നെ ഒന്നും ചെയ്യുന്നില്ല. മിക്ക വീടുകളിലും ഒന്നും പിന്നെ ചെയ്യുന്നില്ല. ഇന്നോടൊരുപാട് സ്ത്രീകൾ പറഞ്ഞു, ഞങ്ങൾ അത്രേ ചെയ്യലുള്ളൂ. ഒരുപാട് പുരുഷന്മാരോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ മൂത്രമാവുമ്പോ നിങ്ങളുടെ ഭാര്യ എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് പുരുഷ പോലെ മൂത്രം ആയത് തുടച്ച പോലെ അത് പോകും. ഇവിടെ നിലം വൃത്തിയായിട്ടില്ല. ചില സഹോദരിമാർ എന്ത് ചെയ്യുന്നല്ലോ, ഓക്കെ ശബ്ദമൊക്കെ അല്ല, നല്ലൊരു ഭാഗമാണ് ശബ്ദമൊക്കെ അല്ല, അതുകൊണ്ട് ഞാൻ പ്രത്യേകം നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ലോ. ശബ്ദം കേൾക്കുന്നില്ലേ താജ് സുഹൃത്തെ? ഇൻഷാ അല്ലാഹ് നോക്കി നല്ല ശ്രദ്ധിക്കട്ടെ. ചില സ്ത്രീകൾ എന്താ ചെയ്യാനോ, ഒരു തുല്യ മൂത്രം പോയിട്ടുണ്ടാവും, കുത്തി മൂത്രം വെച്ചത് കുറച്ച് സ്ഥലത്തേക്കാണ്, എന്നിട്ട് എന്ത് ചെയ്യും, ഒരു ശീലക്കഷ്ണം കൊണ്ടുവന്ന് അതാകെ അങ്ങത്ത് ഈ നെയ്റോസ്റ്റ് ചുടുമ്പോലെ അങ്ങത്ത് പരത്തും. ഇത് വിവരക്കമ്മിയാ, അതായത് ഒന്നും വിചാരിക്കരുത്. അതായത് അതാകെ തുറക്കും. ഇപ്പൊ ഈ നെയ്റോസ്റ്റും ആ നമ്മുടെ ആ കല്ലില്, ആ ദോശ ചുടുന്ന കല്ലിൽ അല്പം ഒഴിക്കും. എന്നിട്ട് അത് ഉണ്ടാക്കുന്ന ആളെന്ത് ചെയ്യും, ആ ഒഴിച്ച പാത്രം, ഒരു സ്റ്റീൽ പാത്രം, ചെറിയ കുന്തം പാത്രം കൊണ്ടാണ് അത് ഒഴിക്കുക, അത് വെച്ചൊരു ഒറ്റ വരതല. എന്നിട്ട് ആകെ അപ്പം എന്താകും, ഈ കല്ലിന്റെ വട്ടത്തിൽ ഈ അപ്പങ്ങത്താവും. എന്നിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ കൊഴുന്ന മയ്യത്ത് കഫൻ ചെയ്ത മാതിരി ഇങ്ങനെ കൊഴുന്നേര് പോലും. സംഗതി ഒരു ചകല മാവ് കൊണ്ടാണ് ഇങ്ങനെ ആക്കി തീർത്തത് എന്ന മാതിരി ചില സഹോദരികൾ മൂത്രം ഒഴിച്ചതെന്താക്കും, ആകങ്ങത്ത് തുടക്കും. ഒരു 1:1 തൈലിൽ ഒരു ഭാഗത്ത് കുറച്ച് മൂത്രേ ആയിട്ടുള്ളൂ. ചുരുക്കി പറഞ്ഞ ഈ സഹോദരി തുടച്ച കാരണം 10-10 റൂം ആകെ ആയിട്ടുണ്ടാവും. അത് ചെയ്യരുത്. നല്ല ഉദാഹരണം. അതാ പറഞ്ഞു, ഇന്നൊരുപാട് ആൾക്കാർ ഉസ്താദിന്റെ ഉദാഹരണമാണ് പെട്ടെന്ന് മണ്ടേക്ക് അങ്ങനെ തന്നെ. ആകെ മൂത്രമായിട്ടുള്ളത്
അതൊരു തുണിക്കഷ്ണം കൊണ്ടുവന്നു. ഒന്നുകൂടി നല്ല ഉദാഹരണം എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ആവേശം, ജനങ്ങൾക്കാണ് തീരത്തേച്ചത്. ഇതിങ്ങോട്ട് തുടച്ചിട്ട് ആകെ ഈ മൂത്രത്തിന്റെ നനവ് പോകോലം തുടക്കുക. ആ റൂം 10-10 റൂമേന്, മൊത്തം 10-10 റൂമിൽ ആകെ മൂത്രമായി. 37 ഒരു പോക്കാലേച്ചാണ് പോകും ചെയ്ത്. ഇനി ആ ഭാഗത്തേക്ക് വരുന്നില്ല. ഇപ്പൊ മൂത്രവും ഇല്ല, ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്. ഇനിയിപ്പോ എന്താ സംഭവിക്കുന്നില്ല, വല്യാപ്പ തൊടൂന്ന് കൈക്കോത്തക്കും കളിച്ചിട്ട് കാറ്റല്ല മാതിയിട്ട് കുപ്പായൊന്നും ഇതാതെ മൂപ്പരൊന്നത് നീന്ന് കിടക്കും. ആ ഫാനൊക്കെ ഇട്ടുകയാണ്. വല്യാപ്പാടെ മേത്ത് നല്ലോണം വിയർപ്പുണ്ട്. ഈ ഉണങ്ങിയ സ്ഥലത്തേക്ക് നനവുള്ള ശരീരം ചെല്ലലോടുകൂടെ വല്യാപ്പാന്റെ മേത്ത് മൂത്രമായത് വല്യാപ്പാക്കറിയില്ല. മര്യോല് തുടച്ചു പോയതാണ്. മര്യോല് ഇങ്ങനെയാണ് മൂത്രം തുടച്ചതിന് വലിയ അമ്മോശങ്കാക്കയായ വല്യപ്പൻ ശ്രദ്ധിച്ചിട്ടില്ല. അവരെ യഥാർത്ഥത്തിൽ എന്ത് വേണം ശ്രദ്ധിക്കുക, ഈ മൂത്രം അത് ഒന്നായിട്ട് മസാല ദോശ അല്ലെങ്കിൽ നെയ് റോസ്റ്റോ ആംബ്ലേറ്റൊക്കെ ചുടും പോലെ ഒന്നായിട്ട് ഇങ്ങോട്ട് വട്ടത്തിൽ തുടക്കല്ല. ആ മൂത്രം ഉള്ളത് എന്താക്കുക, ഒരു ശീല കഷ്ണം കൊണ്ട് മെല്ലെ അങ്ങോട്ട് ഒപ്പിരിക്കുക, നല്ലോണം ഒപ്പിരിക്കുക. 4 പുറത്തേക്കും ആക്കിയിട്ട് അങ്ങോട്ട് ഉണക്കല്ല, അത് ഒപ്പിയെടുത്ത് ഉണക്കാവാണ്ട്. അത് ആകെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 10-10 റൂം ഒന്നായിട്ട് അങ്ങനത്തെ ആക്കിയിട്ട് മൂത്രം മുണക്കാതെ എന്ത് ചെയ്യുക, ശീല കഷ്ണം കൊണ്ട് ഒപ്പിയെടുത്ത് അങ്ങനത്തെ അല്ലാണ്ട് ഉണക്കുക. ഉണക്കാന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നനവുണ്ടാവും. നമ്മൾ എത്ര തുടച്ചാലും ഒരു ചെറിയ നനവുണ്ടാവും. ചിലപ്പം വേനൽക്കാലാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും അല്ലെ, വേനൽക്കാലാണെങ്കിൽ. ഞാൻ വെച്ചാൽ വർഷക്കാലാണെങ്കിൽ ഒരു ചെറിയ അവരെന്തോ ഒരു വെള്ളം പോയ മാതിരി ഒരു നനവ് അവരുണ്ടാവും, അത് കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്യുക ശ്രദ്ധിക്കണേ, അതിന്റെ മുകളിൽ ഞാൻ തുടച്ചിങ്ങാണ്ട് പോയാ പോരാ, അതിന്റെ മുകളിൽ എന്ത് ചെയ്യുക, ഒരു കോപ്പ വെള്ളം എടുക്കുക. ആ മൂത്രം ആയ സ്ഥലത അത് ആകെ മൂതുന്ന രൂപത്തിൽ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. 10-10 റൂം ആകങ്ങത്ത് തുടച്ചിട്ടാണ് മൂത്രം ഉണക്കിയത് എന്ന് വെക്കുക. എങ്കിൽ ആ 10-10 റൂം ഒന്നായിട്ട് വെള്ളം ഒഴിക്കേണ്ടി വരും. ഇത്ര ബുദ്ധിമുട്ടാ. നേരെ മറിച്ച് ആ മൂത്രമായത് നല്ലൊരു നാടൻ തുണി കഷ്ണം കൊണ്ടൊക്കെ ഒപ്പിയെടുത്ത് കൂടുതൽ ചുറ്റുഭാഗത്തേക്കാവാതെ നല്ലോണം അങ്ങനത്തെ ഒപ്പിയെടുത്ത് അതെന്ത് ചെയ്തു, ആ മൂത്രം അവിടെ ഉണങ്ങി. അതിന്റെ മുകളിൽ ആ മൂത്രം ആയ അത്രയും അതിനേക്കാൾ കുറച്ച് അധികമായ രൂപത്തിൽ ഒരു കോപ്പ വെള്ളം മുകളിലേക്കാണ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ അവരാ മൂത്രം ആ നിലം അവിടെ വൃത്തിയായി. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പമെന്നറിയോ ശ്രദ്ധിക്കണേ. ഇങ്ങനെ രണ്ടാമത് കോപ്പ കൊണ്ട് വെള്ളം ഒഴിച്ചു, മൂത്രം പോലെ തുടച്ചു, രാവിലെ കുത്തി മൂത്രം ഒഴിച്ചത്. ഇനി 10 മണിക്ക് വീട് ക്ലീൻ ആക്കാൻ ഒരു സഹോദരി വരികയാണ്, അല്ലെങ്കിൽ ഈ വീട്ടിലെ സഹോദരി തന്നെ വരികയാണ്. എന്ത് ചെയ്യും, നമ്മുടെ ബക്കറ്റിൽ വെള്ളം, നമ്മുടെ അകം തുറക്കാനുള്ള തുടപ്പ്, എന്നിട്ട് എന്ത് ചെയ്യും, ഈ തുടപ്പ് ബക്കറ്റിലിട്ട് മുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, മൊത്തം ഇങ്ങനെ തുറക്കും. അങ്ങനെ നേരത്തെ കുറ്റി മൂത്രമൊഴിച്ച സ്ഥലത്ത് അതാ ആ തുടപ്പ് നനവോടുകൂടെ തട്ടുമ്പോൾ ഈ തുടപ്പിലുള്ള ശീല കഷ്ണത്തിലൊക്കെ ഇപ്പം മൂത്രമായി. ശ്രദ്ധിക്കണം, കാരണം പറയാ വൃത്തിയായി ഇത് തുടച്ചിട്ടല്ലേ ഈ മൂത്രം. അപ്പൊ ഇനി ഈ തുടപ്പാവുന്ന നനഞ്ഞ തുടപ്പ് ചെല്ലലോടുകൂടെ എന്തായി, ഈ തുടപ്പുമ്മ മൂത്രമായി. എന്നെന്ത് ചെയ്യുന്നു, അടുത്ത റൂം തുറക്കാൻ വേണ്ടി ഈ തുടപ്പ് ബക്കറ്റിലേക്ക് ഇടുന്നു. എന്തായി ഈ ബക്കറ്റിലെ വെള്ളം ഇപ്പൊ നജസായി. ഇനി അത് പിയ്യാന്, അതായത് ഈ തുടപ്പൊന്ന് പിയ്യണല്ലോ, നല്ലല്ല, അല്ലെങ്കിൽ വെള്ളം ഒന്നാഴ്ച റൂമിലാവില്ല, പിയ്യാൻ വേണ്ടി കയ്യേറ്റ് പിയ്യുന്നു, കയ്യുമ്മി നജസായി. അപ്പോഴാണ് ആരോ ബെല്ലടിക്കുന്നത്. ശ്രദ്ധിക്കണേ. അപ്പൊ നമ്മളെ മെയിൻ ഡോറിന്റെ ലോക്ക് പിടിച്ച് നനഞ്ഞ കയ്യേറ്റ് അയിമി നജസായി. അതിന്റെ ഏതെങ്കിലും മൊബൈൽ ഫോൺ റിങ് ചെയ്തു, ഈ നനഞ്ഞുള്ള കയ്യേറ്റ് ആ മൊബൈൽ ഫോൺ എടുത്ത് ആകെക്കൂടെ അയിനൽ ബൗലു അസാബ, മൂത്രം എവിടേക്ക് ആയിനിപ്പോ ഒരു പുറത്തുമില്ല. ഇപ്പൊ എന്തെന്തായത്, നിലത്ത് മൂത്രമായത് തുടച്ച് വൃത്തിയാക്കിയില്ല, അത് തുടക്കുക മാത്രം ചെയ്തു. ഇനിയോ നമ്മുടെ വീടുകളിലൊക്കെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ഏതായാലും എല്ലാവരും മനസ്സിലാക്കേണ്ട മസലയാണ്. ഇനി ചോദ്യത്തിന് നന്ദിയിലെങ്കിലും വേണ്ടില്ല, അതെല്ലാവരും മനസ്സിലാക്കേണ്ട മസലയാണ്. നമ്മുടെ വീടുകളിലൊക്കെ എന്താ പരിപാടി, സിറ്റ് ഔട്ടിന്റെ ഭാഗത്തൊരു ടേപ്പ് ഉണ്ടാവും. ആ ടേപ്പിൽ നിന്ന് ഒലുണ്ടാക്കി ചെരിപ്പ് സിറ്റ് ഔട്ടിൽ ഊരി വെച്ച് നനഞ്ഞ കാലുകൊണ്ട് വീടിന്റെ അകത്തേക്ക് കടക്കുകയാണ്.
കാരണം ചെരുപ്പിട്ട് നിലം ചവിട്ടില്ല, അത് ഗ്രാനൈറ്റാ. ബാംഗ്ലൂരിൽ നിന്ന് പ്രത്യേകമായി ലോറി വഴിക്ക് കൊണ്ടുവന്ന് ഇറങ്ങിയ ഗ്രാനൈറ്റാ. അതല്ലെങ്കിൽ മാർബിള് 3 പ്രാവശ്യം പോലീഷ് ചെയ്ത മാർബിളാ. അല്ലെങ്കിൽ നല്ല എന്താണ് മാർബിളൈറ്റോ അങ്ങനെന്തോ ടൈൽസ്. നമ്മക്കതൊന്നും അറിയില്ല, നമ്മളുള്ളതേറ്റ് ഒപ്പിച്ചിക്കല്ലേ. ഏതോ ഇരിക്കട്ടെ, അള്ളാഹു ഉള്ളത് കൊണ്ട് തീർപ്പളിപ്പെടാനുള്ള മനസ്സ് നമുക്ക് നൽകുമാറാവട്ടെ. ഈ ടൈൽസ് അയിമ ചെരുപ്പിട്ട് ചവിട്ടിയ വര വീഴും. വര വീഴൂലേ ചെരുപ്പിട്ട് ചവിട്ടിയ? എന്നാ പെരതകത്ത് ചെരുപ്പ് ഇടാൻ പറ്റുമോ? അത് മറ്റൊരു ചർച്ച, അതിലേക്ക് ഇപ്പൊ ഞാൻ കിടക്കുന്നില്ല. ഏതായാലും നമ്മൾ ചെരുപ്പിട്ട് ചവിട്ടാത്തതെന്താ? ഈ മാർബിളൈറ്റുമ്മ അല്ലെങ്കിൽ മാർബിളുമ്മ ഗ്രാനൈറ്റുമ്മ ടൈൽസുമ്മ എന്താവും? വര വീഴും. ചെരുപ്പിന്റെ അടിയിലെ പൂയി വെച്ചു വരതിയിട്ട്. സാന്ദർഭികമായൊരു കാര്യം പറയട്ടെ. ഒരാള് മരിച്ച് അവനെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് അവന്റെ മയ്യത്ത് കത്തിലേക്ക് വെച്ച് ഖബറിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് 40 ചോദ്യം അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ആ മയ്യത്തിനോട് ചോദിക്കുന്നു. നമ്മളിപ്പോ ഈ വര വീഴുന്ന മസാല പറഞ്ഞു. ഈ വര വീഴാതിരിക്കാനാണ് നമ്മൾ ചെരുപ്പ് ഉയക്കുന്നത്. ചെരുപ്പ് ഉയച്ചിട്ട് വീട്ടിലെ സ്ത്രീകൾക്ക് മൂത്രം വൃത്തിയാക്കാൻ അറിയില്ലെങ്കിൽ നിക്കാതെ കുപ്പായ എന്ന് നെജസാകുന്ന മസാലയൊക്കെ ഞാൻ പോകുന്നത്. ഇതിന് മുമ്പ് ഇതൊന്ന് പറയട്ടെ. നോക്കി, നമ്മുടെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് അതാ എല്ലാരും പാടെ നമ്മുടെ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന മയ്യത്തു കത്തിലേക്ക് ആ മയ്യത്തകത്ത് വെച്ച് അതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റും ചൊല്ലിയിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് മയ്യത്ത് നിസ്കരിച്ച് ഖബറിലേക്ക് എത്തുന്നതിന് മുമ്പ് 40 ചോദ്യം അള്ളാന്റെ ഭാഗത്ത് നിന്ന്. നമ്മൾ ഓർത്തുമ്പോ കൂടെ മയ്യത്തേറ്റ് പോകുമ്പോ അള്ള ചില ചോദ്യങ്ങൾ ഈ മയ്യത്തിനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്ന് ഗസാലി ഇമാം പറയുന്നതായിട്ട് കാണാം. ഒന്നാമത്തെ ചോദ്യം എന്താണെന്നറിയോ? ഒന്നാമത്തെ ചോദ്യം എന്താണ്? അള്ളാന്റെ ഭാഗത്തിന് മയ്യത്ത് പള്ളിക്കൽക്കും ഖബറിങ്ങളിലേക്കും കൊണ്ടുപോകുമ്പോ, എന്റെ അടിമയെ, നീ കുറെ കാലം ജനങ്ങൾ നോക്കുന്ന സ്ഥലം നല്ല വൃത്തിയാക്കി നടന്നു. ഞാൻ നോക്കുന്ന സ്ഥലം വൃത്തിയാക്കാൻ നീ ശ്രദ്ധിച്ചില്ല. ജനങ്ങൾ നോക്കുന്ന സ്ഥലം ഏതാ? നിന്റെ വീടിന്റെ ഫ്ലോറ് അഥവാ നിലഭാഗം, നിന്റെ മുഖം, നിന്റെ വസ്ത്രം, അതെല്ലാം നല്ല നീ വൃത്തിയാക്കാൻ ശ്രമിച്ചു. ഞാൻ നോക്കുന്ന സ്ഥലം അതേതാ? ഖൽബ്. ആ ഖൽബ് ഒന്ന് വൃത്തിയാക്കാൻ, അതൊന്ന് മിനുസപ്പെടുത്താൻ, അതൊരു ഭംഗിയുള്ളതാക്കാൻ നീ ശ്രദ്ധിച്ചില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വീടിന്റെ നിലവും നമ്മുടെ മുഖവും നമ്മുടെ തലമുടിയും നമ്മുടെ വസ്ത്രമൊക്കെ ജനങ്ങൾ കാണുന്നതൊക്കെ നല്ല വര വീഴാതെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഏതായിരുന്നാലും അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്ന് സാന്ദർഭികമായി ഉണർത്തി. ഏതായാലും സിറ്റ് ഔട്ടിന്റെ ഭാഗത്തുള്ള തേപ്പിൽ നിന്ന് ഒലുണ്ടാക്കി ആ നനഞ്ഞ കാല് എന്താക്കി നമ്മൾ ചെരുപ്പ് ഇടാറുണ്ട്. ഞാൻ ഇപ്പൊ മിക്ക വീട്ടിൽ നടക്കുന്നതാ. പക്ഷെ അങ്ങനെ ഡൈനിങ് ഹാളിൽ കുത്തി മൂത്രം ഒഴിച്ചിട്ടുണ്ട്. വീട്ടിലുള്ള സ്ത്രീ എന്തേ ചെയ്തിട്ടുള്ളൂ? ആ മൂത്രം തുടച്ചിട്ടുള്ളൂ. അതിന്റെ മുകളിലൂടെ വെള്ളം ഒഴിച്ച് വൃത്തിയാക്കിയിട്ടില്ല. അതാ കാല് കഴുകി ഒലുണ്ടാക്കി കാല് കഴുകി ആ നനഞ്ഞ കാല് ആ മൂത്രം ഉണങ്ങിക്കിടക്കുന്ന സ്ഥലത്ത് ചവിട്ടുന്നു. ആ മൂത്രം ഇവന്റെ കാലിന്റെ അടിയിലേക്കാകുന്നു. ആ കാലിന്റെ അടിയിൽ മൂത്രമായ നനഞ്ഞ കാലുകൊണ്ട് അവൻ നിസ്കാരപ്പായയിലേക്ക് ചെല്ലുന്നു. നിസ്കാരപ്പായയിൽ നിൽക്കുന്നു. നിസ്കാരപ്പായ നനയുന്നു. ആ നനഞ്ഞ ആ നനവിൽ മൂത്രമുണ്ട്. ആ നിസ്കാരപ്പായ നജസാകുന്നു. അവൻ അങ്ങനെ സുജൂദിലേക്ക് പോകുന്നു. സുജൂദിന്റെ പോകുമ്പോ അത്തഹിയാത്ത് പോലത്തെ ഇരിക്കുമ്പോ കാലിന്റെ അടിയിലത്തെ നനവ് ഇപ്പോഴും മാറിയിട്ടില്ല. അത് അവൻ ചന്തിയുടെ ഭാഗത്ത് കാലിന്റെ അടിയിലെത്തുമ്പോ അവന്റെ വസ്ത്രത്തിലും ആകെക്കൂടും. വളരെ ഗൗരവത്തില് അകത്ത് ചെരിപ്പിടണോ ഇതെന്റെ ആ മസാലയിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. അത് നല്ലൊരു ചർച്ചയാണ്. വീട്ടിന്റെ അകത്ത് ചെരുപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ? പക്ഷേ അത് മറ്റൊരു ചർച്ചയായാലും ഈ നിലത്ത് മൂത്രമായത് വൃത്തിയാക്കാൻ അറിയാതെ പുറത്ത് ചെരുപ്പ് ഊരി വെച്ച് കാല് നനഞ്ഞ് ഞാൻ ചവിട്ടി കയറി വരുമ്പോൾ ആ ഉണങ്ങിക്കിടക്കുന്ന മൂത്രത്തിൽ നനവുള്ള കാല് തത്തലോടുകൂടെ ഉണങ്ങിയ സ്ഥലത്ത് തട്ടിച്ചിട്ട് കുഴപ്പമില്ല. ഒരു മിനിറ്റ്. ഹലോ, വലൈക്കും സലാം. ഒരു മിനിറ്റ്, ഞാൻ ക്ലാസ്സിലാണ്, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ വിളിക്കാം. അപ്പൊ ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഇതിന്റെ മറ്റു കുറച്ചു ഭാഗങ്ങൾ കൂടി നമുക്ക് പറയാനുണ്ട്.
ഏതായാലും അടുത്ത വ്യാഴാഴ്ച നമ്മുടെ ഈ ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. കാരണം നമ്മുടെ മർക്കസിലെ ഖത്മുൽ ബുഖാരി സദസ്സ് നടക്കുകയാണ്. സാധുവായ ഞാൻ അവിടുത്തെ ഒരു തഖസ്സുസ് വിദ്യാർത്ഥി ആയതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും പങ്കെടുക്കണമെന്ന് ഉസ്താദന്മാരുടെ കൽപ്പനയാണ്. അതുകൊണ്ട് ആ കൽപ്പന സ്വീകരിച്ച് ആ സദസ്സിൽ പങ്കെടുക്കൽ അതൊരു അദബും മര്യാദയുമാണ്. അതുകൊണ്ട് എല്ലാ റേഡിയോ ശ്രോതാക്കളോടും പ്രത്യേകം വ്യാഴാഴ്ച ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. വേറെ ഏതെങ്കിലും സമയത്ത് ചൊവ്വാഴ്ച അസറിന്റെ ശേഷം നമ്മുടെ ഉച്ചക്കലത്തെ ക്ലാസ് കഴിഞ്ഞ് ഏകദേശം ഒരു 5 മണി മുതൽ 6:30 വരെ ഒഴിവാണ്. നമ്മുടെ മറ്റു ലൈവുകളൊന്നും ഇല്ലെങ്കിൽ അഡ്മിനിമാർ അറിയിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഇതിന്റെ ബാക്കി എടുക്കാം. അതല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ശനിയാഴ്ചയായിരിക്കും. ഏതായാലും ന്യൂസ് വരാനായിട്ടില്ലെങ്കിൽ ഞാൻ 6 മണിക്ക് നിർത്തണം. റൂമിന്റെ ഒരു മൂലക്ക നമ്മൾ നിസ്കരിക്കുന്നു. ആ റൂമിന്റെ മറ്റേ മൂലക്ക നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്ന സ്ഥലം ഒഴിച്ച് ബാക്കി എല്ലാം നജസാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ ഖറാത്താണോ നജസുമായി ഇങ്ങനെ ചേർന്ന് നിസ്കരിക്കാൻ ഖറാത്ത്. ഞങ്ങൾക്ക് ഒന്നും കൂടി അത് തിരിയാതൊരു മസല പറയാം. ഉദാഹരണം പറയുമ്പോൾ എളുപ്പം തിരി. അതായത് നമ്മളൊരു മുസല്ല വിരിച്ച് നിസ്കരിക്കാൻ, ആ മുസല്ലയുടെ ഒരു മൂലയിൽ മൂത്രല്ല കാഷ്ടം നമ്മളൊരു ചെറിയ ആണുങ്ങൾ പോലത്തെ സ്ത്രീകൾ നിസ്കരിക്കാൻ ഒരു മുസല്ല വിരിച്ചിട്ട് അല്ലെങ്കിൽ പായ വിരിച്ചിട്ട് ഒരു 1.5 വയസ്സായ ഒരു പിഞ്ചോമന പൈതൽ അതിങ്ങനെ ഞെരങ്ങി വന്ന് ഉമ്മ നിസ്കരിക്കുന്ന പായയുടെ മൂലയിൽ മൂത്രിച്ചു അല്ലെങ്കിൽ കാഷ്ടിച്ചു. പക്ഷെ ഉമ്മാടെ കയ്യോ കാലോ അല്ലെങ്കിൽ തട്ടുന്നില്ല. ഉമ്മ നിസ്കരിക്കുന്ന പായയുടെ മൂലയിലാണ് കുത്തി മൂത്രമൊഴിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കാഷ്ടിച്ചിട്ടുള്ളത്. ഉമ്മ സുജൂദ് ചെയ്യുമ്പോ പേരായാലില്ല, സുജൂദ് ചെയ്യുമ്പോൾ ഉമ്മാടെ കയ്യോ ഉമ്മ ധരിച്ച വസ്ത്രം അല്ലെങ്കിൽ നിസ്കരിക്കുന്നവന്റെ കയ്യോ വസ്ത്രം ഒന്നും ആ മൂത്രത്തുമ്പോ തട്ടുന്നില്ല. പക്ഷെ അതോടുകൂടി അവൻ നിസ്കരിക്കുന്ന പായയുടെ മൂലയിലാണ്. ഒരു കുഴപ്പം നിസ്കാരത്തിനില്ല, ഒരു കുഴപ്പമില്ല. ഇനി ഒന്നുകൂടി പറയട്ടെ, നമ്മൾ നിസ്കരിക്കാൻ അങ്ങനെ നെറ്റിത്തട നമ്മളെന്ത് ചെരിപ്പരിക്കാല് കേൾക്കാല്ലേ, ചെരിപ്പരിക്കാല് വെച്ചതിന്റെയും ഇനി നമ്മൾ സുജൂദിൽ നെറ്റിത്തടം വെക്കില്ലേ, ആ നെറ്റിത്തടം വെക്കുന്നതിന്റെയും ഇടയിൽ ഒരു നജസാന്ത് വീണു. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ കുഴപ്പം, നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഇപ്പൊ നമ്മളത് ഒഴിവാക്കിയല്ലോ. നമ്മളൊരു മുസല്ല വിരിച്ച് പായ വിരിച്ച് നിസ്കരിക്കാൻ നിൽക്കുക, മേലെന്ന് എന്തോ ഒരു നജസ്, ഒരു പല്ല് ചത്തതോ അല്ലെങ്കിൽ ഒരു ചെറിയ എലിക്കുഞ്ഞ് ചത്തതോ നജസാണല്ലോ, അങ്ങനെ വീണു. ഇപ്പൊ എവിടെയാണ് ആ നജസ് കിടക്കുന്നത്? അവന്റെ 2 ചെരിപ്പരിക്കാലിന്റെയും ഇനി സുജൂദിൽ നെറ്റിത്തടം വെക്കുമ്പോൾ ഒരു സ്ഥലം ഉണ്ടാവും, അതിന്റെ ഇടയിലാണ് ഇപ്പൊ ഈ നജസ് കിടക്കുന്നത്. അപ്പൊ നേരെ സുജൂദിലേക്ക് പോയി. സുജൂദിലേക്ക് പോയപ്പോ നെറ്റി അയിമ തട്ടിയിട്ടില്ല. 2 കാലിന്റെ മുത്ത് വെച്ചു, ആ നജസുമ്മ തട്ടിയിട്ടില്ല. 2 ഉള്ളൻ കയ്യ് വെച്ചു, ആ നജസുമ്മ തട്ടിയിട്ടില്ല. പക്ഷെ ആ നജസ് ബന്ധം അതിന്റെ ഇടയിലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, അതിന്റെ ഇടയിലായിട്ട് ആ നജസ് കിടക്കുകയാണ്. പക്ഷെ ഒരു കുഴപ്പവും നമസ്കാരത്തിനില്ല. ഇവനെന്താണ് നിസ്കരിക്കുന്ന സ്ഥലം, അവന്റെ ശരീരം തട്ടുന്ന സ്ഥലം, നിസ്കരിക്കുന്നവന്റെ വസ്ത്രം, നിസ്കരിക്കുന്നവന്റെ ദേഹം, ഇത് നജസുമായി എവിടെയും ബന്ധമില്ല. ആ സുഹൃത്തിനും ശ്രോതാക്കൾക്കും ശരിയായ രൂപത്തിൽ ഈ മസല തിരിഞ്ഞിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചോദ്യം എന്താണ്, ഒരു റൂമിൽ നമ്മൾ 10:10 റൂമിൽ നിസ്കരിക്കാന് അതിന്റെ കുറെ ഭാഗത്ത് നജസ്സൊക്കെ കിടക്കുന്നുണ്ട്. നമ്മൾ നിസ്കരിക്കുന്ന ഒരു മുസല്ല വിരിച്ച് നിസ്കരിക്കാന് ആ ഭാഗത്ത് ക്ലിയർ, ഒരു കുഴപ്പമില്ല. ഇഞ്ഞോ നമ്മൾ നേരത്തെ പറഞ്ഞ മസലയിൽ മൂത്രം നിലത്ത് ഉണങ്ങി, ഇഞ്ഞോ അത് ശ്രദ്ധിച്ചോളി. നിലത്ത് ടൈൽസ് ഇട്ട സ്ഥലത്ത് മൂത്രമായി, അത് ഉണങ്ങിക്കണ്. പക്ഷെ അത് നമ്മൾ പറഞ്ഞ മാതിരി വെള്ളം ഒഴിച്ച് കഴുകിയിട്ടില്ല, അത് നല്ല ഉണങ്ങിക്കണ്. അതിന്റെ മേലെ ഒരു പേപ്പർ, ന്യൂസ് പേപ്പർ വിരിച്ചു. അവന്റെ കാലുമ്മ യാതൊരു ചെയ്തില്ല, നല്ല ഉണങ്ങിയ കാലാണ്. അങ്ങനെ ആ ന്യൂസ് പ്രിന്റ് ആ മൂത്രം ഉണങ്ങിയതിന്റെ മുകളിൽ തീരെ ശീതമോ നനവോ ഒന്നും പേപ്പറും ഇല്ല, നിലത്തുമില്ല, ഈ നിസ്കരിക്കാൻ നിൽക്കുന്നവന്റെ ശരീരത്തിലില്ല. ആ നനവുണ്ടെങ്കിൽ പേപ്പർ നനയും. പേപ്പർ നനഞ്ഞാൽ ആ നിലത്തുള്ള മൂത്രം ഈ നനവിലൂടെ പേപ്പറിനെ ബാധിക്കും. അതുകൊണ്ട് നനവുണ്ടാവാൻ പാടില്ല. നല്ല ഉണങ്ങി തൂലിച്ച മാറിക്കാണ് നിലവും ശരീരവും പേപ്പറും. പക്ഷെ അതോടുകൂടെ മൂത്രം അവരെ ഉണങ്ങിക്കിടക്കുന്നു, അതിന്റെ മേലെയാണ് പേപ്പർ വിരിച്ചത്. ആ നിസ്കാരത്തിന് യാതൊരു കുഴപ്പമില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത ആഴ്ച പറയാം. ഇനി നമ്മൾ കത്തുമ്മ നിന്ന് നിസ്കരിക്കാൻ,
ഈ കത്തിലിന്റെ 4 കാലും മൂത്രത്തിലാ കിടക്കുന്നത്, അല്ലെങ്കിൽ കാഷ്ടത്തിലാണ് ഈ 4 കാലും. നമ്മൾ കത്തിലിന് 4 കാല്, 4 കാലും കിടക്കുന്നത് എവിടെയാണ്? കാഷ്ടത്തിലോ മൂത്രത്തിലോ ആണ് കത്തിലിന്റെ 4 കാലും ഉള്ളത്. അങ്ങനത്തെ ഒരു കത്തിലിന്റെ മേലെ ഒരാൾ നിസ്കരിച്ചു, ഒരു കുഴപ്പമില്ല. ഇത് ചെയ്യാനുള്ള മസലല്ല, കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കാനുള്ള മസലയാണ്. കാരണം ഇതൊക്കെ ഒരു നജസാണ്. അപ്പൊ അതുകൊണ്ട് കഴിവിന്റെ പരമാവധി നജസിനത്വത്ത് മാറി നിസ്കരിക്കുകയാണ് വേണ്ടത് ഇൻഷാ അല്ലാഹ്. പിന്നെ ന്യൂസ് പേപ്പർ വിരിച്ച് നിസ്കരിക്കാൻ നിൽക്കുമ്പോ അവനവന്റെ ശ്രദ്ധ മാറിപ്പോകുന്ന ഒന്നിലേക്കും നോക്കാൻ പാടില്ല. അപ്പൊ എന്താവും? ഇപ്പൊ നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ ഇങ്ങനെ വിളിച്ചാൽ ഇങ്ങനെ മലയാളമയും മനോരമയൊക്കെ ആണെങ്കിൽ അതിൽ ചിലപ്പോ ഇങ്ങനെ എഴുതിയതാണ് ജയലളിത സമ്മതിച്ചില്ല. അപ്പൊ നമ്മൾ നിസ്കാരത്തില് ജയലളിത സമ്മതിച്ചില്ല എന്ന് മനസ്സിൽ വരും. അപ്പൊ അതെന്താണ്? അല്ലെങ്കിൽ ഒരാളെ ഫോട്ടം കണ്ടു, ഇതാ ചരമകോലന്. നമ്മൾ ഈ വിരിച്ച ന്യൂസ് പേപ്പറിന്റെ ഭാഗം ഏതേന്ന്? ചരമകോലത്തിന്റെ പേജാണ്. അപ്പൊ എന്ത്? അബ്ദുറഹ്മാൻ മല്ലാക്ക മരിച്ചു എന്നൊക്കെ അല്ലോ നിക്ക് പരിചയമുള്ള ആളേന്നല്ലോ മല്ലാക്ക മരിച്ചു. അപ്പൊ നിസ്കാരത്തിൽ മല്ലാക്കാന്റെ മരിച്ചതിനെ പറ്റി അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കും. എഴുത്ത് പലജാതി എഴുത്തുകൾ വരും. നിങ്ങൾ നോക്കൂ, അവരൊക്കെ മുസല്ലയുടെ ഒരു വിരിച്ച് നിസ്കരിക്കുന്ന മസല പറയുമ്പോ നമുക്കൊക്കെ വലിയൊരു വിശ്വാസം ഉണ്ട്. കഅബന്റെ ഫോട്ടമുള്ള മുസല്ല, മസ്ജിദുൻ നബവിയുടെ ഫോട്ടമുള്ള മുസല്ലയിൽ ചവിട്ടി നിന്ന് നിസ്കരിക്കുക. ഈമാനുള്ളവർ ചെയ്യരുത് കേട്ടോ. നിങ്ങൾ ഇത് പറയുമ്പോ എന്താ അബൂറയ്യ ഉസ്താദെ നിങ്ങൾ പറഞ്ഞ്? മക്കത്തേക്ക് ഹജ്ജിനും ഉമ്മക്കും വന്നാൽ ആകെ നാട്ടു പോകുമ്പോ 15 മുസല്ലേ കൊണ്ടുപോവുക. കഅബന്റെ ഫോട്ടല്ല, മസ്ജിദുൻ നബവിയുടെ ഫോട്ടമുള്ള. പക്ഷെ നിസ്കരിക്കാൻ അത് പറ്റില്ല. എന്തേ കാരണം അറിയോ? കഅബയുടെ ഫോട്ടമാണെങ്കിലും അതിന് ആദരവുണ്ട്, മസ്ജിദുൻ നബവിയുടെ ഫോട്ടത്തിന് ആദരവുണ്ട്. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ കാലുകൊണ്ട് അതിനെ ചവിട്ടുകയാണ്. അതാ കഅബയെ അനാദരിക്കലാണ്, റസൂലുള്ളാഹിന്റെ മസ്ജിദുൻ നബവിയെ അനാദരിക്കലാണ്. ചവിട്ടുമ്പോ ചില ആൾക്കാരെന്ത് ചെയ്യും? ഒരു കൗത്തിടും, ദോഷം മരിച്ചതും പോലെ കഅബന്റെ ഫോട്ടമുള്ള മുസല്ല കവിട്ടിട. അത് കൂടുതൽ അനാദരിക്കല. അതുകൊണ്ട് കഅബയുടെ മസ്ജിദുൻ നബവിയുടെ ഫോട്ടമുള്ള മുസല്ലയിൽ ചവിട്ടിക്കേരി നിസ്കരിക്കാൻ പാടില്ല. നമ്മുടെ പൊന്മല ഉസ്താദിന്റെ ഫത്താവയിലെല്ലാം അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമുക്ക് കഅബയുടെ ഫോട്ടമുള്ള മുസല്ല നമുക്കിങ്ങനെ തൂക്കിട ഭംഗിക്ക്, അല്ലെങ്കിൽ നമ്മുടെ റൂമിലൊക്കെ ഇങ്ങനെ വെക്കുക. റസൂലുള്ളാഹിന്റെ പള്ളിയുടെ ഫോട്ടമുള്ളത് ഒരു ബറക്കത്തിന് അതിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. പക്ഷെ ചവിട്ടുമ്പോൾ അതിനെ അനാദരിക്കലാണ്. ഇനി അത് കഅബന്റെയും മദീനന്റെ ഒന്നും ഫോട്ടോ അല്ലാത്ത മുസല്ലയാണെങ്കിലും വരിയും കുരില്ലയിലേക്ക് നോക്കാൻ പാടില്ല. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് മുസല്ല വിരിച്ച് നിസ്കരിക്കുന്നവര്, ഒരു നല്ലൊരു വെള്ള കഷ്ണം വിരിക്കുക. നമ്മൾ സ്ത്രീകളോടൊക്കെയും പറയാം, ഞാൻ എന്റെ ക്ലാസ്സിലൊക്കെ അത് പറയാറുണ്ട്. കഅബന്റെയും മദീനന്റെയും ഫോട്ടല്ല മുസല്ല തൽക്കാലം ഒഴിവാക്കി ഇനി മേലാക്കം മൈമ ചവിട്ടരുത്. ഏതായാലും അസർ നിസ്കാരം വരെ നമ്മൾ ചവിട്ടിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞ് മഗ്‌രിബ് നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഈമാനുള്ള മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്നു, കഅബന്റെ ഫോട്ടമുള്ള മുസല്ലമ ചവിട്ടരുത്, മദീനയുടെ മസ്ജിദുൻ നബവിയുടെ ഫോട്ടമുള്ള മുസല്ലയിൽ ചവിട്ടരുത്. തൽക്കാലം ഇന്ന് മഗ്‌രിബ് മുതൽ അങ്ങനെ ഉള്ളവർ ഒഴിവാക്കി സാദാ മുസല്ല പറ്റും. പക്ഷെ അതും തന്നെ അതിൽ നല്ലൊരു വെള്ളത്തുണി വിരിക്കുക. എന്നിട്ട് നമ്മൾ നോക്കുന്നത് തനിച്ച വെള്ളയിലേക്കാവുക. അപ്പൊ നമ്മുടെ ശ്രദ്ധ മാറില്ല. കഴിവിന്റെ പരമാവധി നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടും. വെള്ളയിലേക്ക് നോക്കുമ്പോൾ മനസ്സിന് ശുദ്ധിയും കൂടും. അതുകൊണ്ട് ന്യൂസ് പേപ്പറൊക്കെ വെച്ച് നിസ്കരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ശ്രദ്ധ മാറുന്നത് കൊണ്ട് കറാഹത്താണ് എന്ന് വരും. നിസ്കാരത്തിൽ ശ്രദ്ധ മാറിയാൽ ഭയഭക്തി കിട്ടില്ല. ഭയഭക്തി ഇല്ലാത്ത നിസ്കാരത്തിന് പ്രതിഫലവും ഇല്ലാത്ത അവസ്ഥ വരും. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ചോദ്യം അടുത്ത ചോദ്യകർത്താവിന് ഒരൊറ്റ ചോദ്യം പാടത്തോ ഒന്നുണ്ടായിട്ടില്ല. 6:40 കാരണം പള്ളിയുടെ അടുത്താണ് വീട്. പിന്നെ പള്ളിക്കന്ന് വാങ്ങിക്കൊടുക്കുമ്പോ നമ്മൾ ജമാഅത്ത് മോശമല്ലേ, അല്ലെങ്കിൽ മോശമാണ്. അപ്പൊ അതൊരു തെറ്റുധാരണക്ക് വഴിയാവും ജനങ്ങൾക്ക്. ഒരൊറ്റ ചോദ്യം പാടാം. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ സൗണ്ട്? കേൾക്കുന്നുണ്ടോ ഉസ്താദ്? ഇപ്പൊ ഉസ്താദ് പറഞ്ഞല്ലോ മുസല്ലിന്റെ കാര്യം, അത് സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് മക്കന്റെ ഫോട്ടോ ആണെങ്കിൽ അത് പ്രശ്നമുണ്ടോ ഉസ്താദ്? ഒന്ന്
അറിയിക്കുക. സുജൂദിന്റെ ഭാഗത്താണെങ്കിൽ ഒരു സഹോദരൻ കുറെ നേരമായി തീയം അടിച്ചുകൊണ്ടേയിരിക്കുന്നു. സുജൂദിന്റെ സ്ഥാനത്തേക്ക് ഖിബ്ലന്റെ ഫോട്ടോ, അങ്ങനെ നിസ്കരിക്കുന്ന മുസല്ലിയിൽ പ്രശ്നമുണ്ടോ? ഒന്ന് വിവരിച്ചാൽ ഉസ്താദ്. മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും. അതായത് കഅബന്റെ ഫോട്ടമുള്ളത് നിലത്ത് ഇതലന്നെ അനാദരവ്. അത് സുജൂദിന്റെ ഭാഗത്തോ നല്ല വിഷയം. ഈ സാധനം നിലത്തിടുക. ഞങ്ങൾക്ക് തിരിയാനൊരു ഉദാഹരണം പറയാം. ചില വസ്തുക്കൾ ഉയരത്ത് വെക്കേണ്ടതുണ്ട്, താഴ്ത്ത് വെക്കേണ്ടതുണ്ട്. ഉയരത്ത് വെക്കേണ്ടതിനെ താഴ്ത്തിടുമ്പോൾ ഒരു മരുമകൻ വിരുന്നു വന്നു. അമ്മായിമ്മ എന്തു ചെയ്തു? നിലത്തു പായിത്ത് കൊടുത്തു. ഉറക്കം കിട്ടാത്ത കുഴപ്പമൊന്നുമില്ല. ഈ മരുമകൻ അവന്റെ വീട്ടില് നിലത്ത് പായിത്തുറങ്ങുന്ന വ്യക്തി ആയിരിക്കും. പക്ഷെ അമ്മായിമ്മ നിലത്ത് പായിത്ത് കൊടുത്താൽ അത് മരുമകനെ അനാദരിക്കലാണ്. ചിലപ്പം ആ ഇറക്കം ഇറങ്ങിയാൽ ഇനി ആ മരുമകൻ ഈ വീട്ടിലേക്ക് വന്നോന്നില്ല. അപ്പോൾ ഒരു വസ്തുവിനെ നിലത്തിടുക എന്നുള്ളതിന് ഉയരത്ത് വെക്കേണ്ടതിനെ നിലത്ത് വെക്കുക. അതാ ഞാൻ പറഞ്ഞ മുസ്ഹഫ് ഒരാൾ നിലത്ത് വെച്ചു, കുഴപ്പമില്ലേ? അത് ഉയരത്ത് വെക്കേണ്ടതല്ലേ? അപ്പൊ കഅബന്റെ ഫോട്ടമുള്ള മസ്ജിദുൻ നബവിയുടെ ഫോട്ടമുള്ളത് നിലത്തിടാനുള്ളത് തന്നെ ഒരു അനാദരവാ. ആ വസ്തു നമ്മൾ തൂക്കി വെക്കുക, അത് ബഹുമാനം. അതുകൊണ്ടാണ് മൃഗങ്ങളുടെ ഫോട്ടമുള്ള ഈ കില്ലകള് അത് തൂക്കിയിടൽ പാടില്ല. കാരണം തൂക്കിയിടുമ്പോ അതിന് ആദരവ് കൊടുക്കാണ്. അതേ കില്ല, ഈ കന്നിക്കണ്ട രൂപങ്ങളുള്ള കില്ല അല്ലെങ്കിൽ മുസല്ല അല്ലെങ്കിൽ എന്താ ബ്ലാക്ക് എന്തൊക്കെ അറിയാലോ, ഈ കമ്പിളി വസ്തുക്കളൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോ കൊണ്ടുവന്ന് കാണാം. നമുക്കിപ്പോ അത് പരിചയമില്ലാത്തതുകൊണ്ട് പേരും കിട്ടുന്നില്ല. അത് നിലത്തിട്ട് ചവിട്ടി കുഴപ്പമില്ല. കാരണം നിലത്തിടുമ്പോ അതിന് വില കൽപ്പിക്കുന്നില്ല ആ ഫോട്ടത്തിന്. നേരെ മറിച്ച് അത് തൂക്കിയിടുമ്പോ അതിന് വില കൽപ്പിക്കാണ്. എന്നതുപോലെ മസ്ജിദുൻ നബവിയുടെ കഅബയുടെ ഫോട്ടം നിലത്തിടുക എന്നുള്ളത് തന്നെ അനാദരവാണ്. പിന്നെ കാലുകൊണ്ട് അതിന് ചവിട്ട് ചെല്ലുമ്പോൾ കൂടുതൽ അനാദരവ് സംഭവിക്കുന്നു. അതുകൊണ്ട് കഅബയുടെയും മസ്ജിദുൻ നബവിയുടെയും ഫോട്ടമുള്ളത് നിലത്തിടാതിരിക്കുക. സുബ്ഹാനല്ലാഹ്, ചില പള്ളികളിലൊക്കെയും കാണാം ഈ കഅബന്റെയും മസ്ജിദുൻ നബവിയുടെയൊക്കെ ഫോട്ടല്ല മുസല്ല കുറെ ഉപയോഗിച്ച് എന്തെങ്കിലും കേറി വരുമ്പോ പിന്നെ സുബ്ഹാനല്ലാഹ് ഔലുങ്കരേന് കേറി നോത്ത് കാല് തുറക്കാൻ വേണ്ടിച്ച് കഅബന്റെയും മസ്ജിദുൻ നബവിയുടെയും ഫോട്ടല്ലതേ എന്ത് ചെയ്യുക? കാല് ഔലങ്കാലേന് കേറി നോട്ട് കാലുറക്കാൻ വേണ്ടി തോത്തിക്കുക. അപ്പൊ അത് വലിയ വിഷയമാണ്. അതുകൊണ്ട് കഅബന്റെ ഫോട്ടും മസ്ജിദ് നബിയുടെ ഫോട്ടല്ലത് നമ്മൾ ചവിട്ടുന്നില്ലെങ്കിൽ തന്നെ ആ വസ്തു നിലത്തിടുക. ഇപ്പൊ മുസാഫ് നിലത്ത് വെക്കുക അനാദരവല്ലേ? അതേമാതിരി ഫോട്ടത്തിൽ നിലത്ത് വെക്കാൻ പാടില്ല. അത് നമ്മൾ തിരുത്തപ്പെടേണ്ട ധാരണ. നമ്മൾ വലിയൊരു മഹത്തായി കാണുകയാണ്. കഅബന്റെയും ഇതിന്റെയൊക്കെ ഫോട്ടല്ലേലും നിസ്കരിക്കാനാണ് വലിയ മഹത്ത. ഒരു മഹത്വമല്ല. നമ്മളതിനെ ധിക്കരി. കഅബക്ക് മഹത്വം ഉണ്ടായതുകൊണ്ടാണ് അതിൽ നിലത്തിട്ട് പറയാൻ. മേശപ്പുറത്ത് പോലും വിരിക്കാൻ പാടില്ല എന്നാണ്. എന്താ കാരണം അറിയോ? എന്റെ അനുഭവം ഉണ്ട്. ഞാൻ ഒരു 10-25 കൊല്ലം മുന്നേ മലപ്പുറം മേൽമുറി ഭാഗത്ത് മഹാനായ AP ഉസ്താദിന്റെ ഒരു പ്രസംഗം കേൾക്കാൻ പോയപ്പോ AP ഉസ്താദ് ചെന്നപ്പോ മേശപ്പുറത്ത് കഅബന്റെ ഫോട്ടല്ല മുസല്ല വിരിച്ചിട്ടുണ്ട്. ഉസ്താദ് അത് എടുത്തു മാറ്റി. കാരണം കുത്തുബുൽ ആലം CM വലിയുള്ളാന്റെ കൽപ്പന എന്ന് പറഞ്ഞിട്ട് അന്ന് AP ഉസ്താദ് പ്രസംഗിച്ചത്. കാരണം കഅബന്റെ ഫോട്ടമുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കി. കഅബന്റെ ഫോട്ടമുള്ളത് മേശമ്മ വിരിച്ച ഇനി അതിന്റെ മേലേന്ന് ഉസ്താദിനുള്ള ചായ ക്ലാസ് വെക്കുക, ഫ്ലാസ്ക് വെക്കുക. ലേലം വിളിക്കുന്ന വയലാണെങ്കിൽ കൈതച്ചക്ക കഴിച്ചേക്കും, കോഴിമുതുക കഴിച്ചേക്കും, എന്തൊക്കെ കഴിച്ചേക്കും. ഉസ്താദ് അത് എടുത്ത് മാറ്റിച്ചു. കുത്തുബുൽ ആലം CM വലിയുള്ളാന്റെ കൽപ്പനയാണ് എന്നോട് അത് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ അത് സുജൂദ് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും നിലത്തിടാനും പാടില്ല. നമ്മൾ സാധാ നല്ല പ്ലെയിൻ കളറുള്ള മുസല്ല കിട്ടുമായി, ഒരു വരിയും കുഴിയൊന്നുമില്ലാത്ത മുസല്ല കിട്ടും. അത് വാങ്ങിയിട്ട് 1/2 മീറ്റർ നല്ല വെള്ളത്തുണിയും അത് വിരിച്ച് അങ്ങനെ നിസ്കരിച്ചു നോക്കാന് റദ്ദിക്കൊരു ഖുശൂ ഇങ്ങോട്ട് വരും. അള്ളാഹു ഖുശൂ ഉള്ള നിസ്കാരക്കാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് 6:45 എല്ലാ ചോദ്യകർത്താക്കളും രാത്രി നമുക്ക് ലൈവുകളൊന്നും ഇല്ലെങ്കിൽ ഇന്നലെ ഞാനിങ്ങനെ അബുറയ്യാൻ വേണ്ടല്ല. പിന്നെ ദിവസം കഴിഞ്ഞപ്പോ 1:45 അല്ലാതെ സമയം വൈകി. കുറച്ച് സമയം ഇറങ്ങിയില്ലെങ്കിൽ ഇറങ്ങലല്ലേ. ഇൻഷാ അല്ലാഹ് നമുക്ക് ലൈവൊക്കെ കഴിഞ്ഞ സമയം എന്തെങ്കിലും ആവാം, അല്ലെങ്കിൽ നാളെ രാവിലെ എപ്പോഴെങ്കിലും ബാക്കി ചോദ്യകർത്താക്കൾ വരിക. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മുടെ ചർച്ചയിൽ വരുന്നതാ. ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യം ഇപ്പൊ നിങ്ങൾക്ക് സംശയമില്ല. എന്റെ ഒരു 1-2 ക്ലാസ് കഴിയുമ്പോഴൊക്കെ ഈ നിസ്കാരവുമായി ബന്ധപ്പെട്ട മുസല്ലിം തൊപ്പി ധരിച്ചുള്ള നിസ്കാരം അതൊക്കെ ഒരുപാട് ചർച്ചകൾ വരും. പക്ഷെ 2-3-4 ആഴ്ചകൾ പ്രതീക്ഷിക്കേണ്ടി വരും. നിങ്ങൾ ഉദ്ദേശിച്ച ചോദ്യങ്ങൾ എന്റെ ചർച്ചയിൽ വരും. അക്കാര്യം ഞാൻ ഉറപ്പ് നൽകാം. ഏതായിരുന്നാലും ഇത്രയും കാര്യം ഇതുവരെ നമ്മൾ കേട്ടതും പറഞ്ഞതും
ഇതിനു വേണ്ടി സാധുവായി എനിക്ക് ശൈലിയും ഒന്നും നോക്കാതെ ഇതിന് സമയം അനുവദിച്ചു തന്ന നമ്മുടെ ക്ലാസ് റൂമിലെ അഡ്മിനുമാർക്കും ഇത് ശ്രോതാക്കളായ എല്ലാവർക്കും, പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കൊക്കെയും അള്ളാഹു ആഫിയത്തും ആയുസ്സും ഐശ്വര്യവും ബറക്കത്തും നൽകി രോഗങ്ങളെ കൊണ്ട് വിഷമം സഹിക്കുന്നവരുടെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകി മനസ്സിന് നല്ല സന്തോഷവും സമാധാനം കിട്ടി വരും റമളാനിൽ കുറേ ഇബാദത്ത് ചെയ്ത് ഒരുപാട് ഖുർആൻ ഖത്തമ് തീർക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. എനിക്ക് ഇൽമു പഠിപ്പിച്ചു തന്ന ഉസ്താദന്മാർ, എന്നതിന് പ്രോത്സാഹിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ, എനിക്ക് ഭക്ഷണം തന്നവർ, പൈസ തന്നവർ, കിതാബ് വാങ്ങി തന്നവർ, പല